നമസ്കാരം. ഭരണഘടനാ ശില്പി അംബേദ്കറെ അപമാനിച്ചു അമിത്ഷാ എന്നാരോപിച്ചാണ് കോൺഗ്രസും ഇന്ത്യ മുന്നണിയും അമിത്ഷായുടെ രാജി ആവശ്യപ്പെട്ട് പ്രക്ഷോഭത്തിന് ഇറങ്ങിയത്. ആ പ്രക്ഷോഭത്തിന് സാക്ഷിയായിക്കൊണ്ടാണ് പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം അവസാനിക്കുന്നത്. അമിത്ഷായുടെ വാക്കുകളിലൂടെ പുറത്തു വന്നത് BJPയുടെ അംബേദ്കർ വിരോധമാണ്. എന്നു മുതലാണ് കോൺഗ്രസിന് അംബേദ്കറെ മനസ്സിലായി തുടങ്ങിയത്? സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. നമ്മോടൊപ്പം അതിഥികളായി കോൺഗ്രസ് വക്താവ് KP നൌഷാദ് അലി, BJP വക്താവ് പ്രിന്റു മഹാദേവ്, സാമൂഹിക നിരീക്ഷകൻ സണ്ണിയം കബിക്കാട്, ഇടത് സഹയാത്രികൻ N ലാൽകുമാർ എന്നിവർ. ആദ്യം നൌഷാദിലേക്ക്. നൌഷാദ് അലി, അമിത്ഷാ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലൂടെ അംബേദ്കറെ അപമാനിച്ചു എന്നാണ് ഇന്ത്യ സഖ്യത്തിന്റെയും കോൺഗ്രസിന്റെയും ആരോപണം. അങ്ങനെ ഒരു അപമാനകരമായ പരാമർശം എന്താണ് അമിത്ഷായിൽ ഉണ്ടായത്? അല്ല, അമിത്ഷാ നടത്തിയ പരാമർശവും അതിന്റെ ദുസ്സൂചനകളും, അത് ചെന്നെത്തി നിൽക്കുന്ന പരിഹാസത്തിന്റെ ആഴമൊക്കെ അത് കേട്ട എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അപ്പോ അതിന്ന് രാജ്യം മുഴുവൻ BJP ഒഴികെയുള്ള എല്ലാ പാർട്ടികളും ഏറ്റെടുത്തു കഴിഞ്ഞു. ദളിത് സംഘടനകളൊക്കെ അതിൽ വലിയ തോതിൽ പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തി മുന്നോട്ട് വരുന്നുണ്ട്. പാർലമെന്റ് പ്രക്ഷുബ്ധമായതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിന്റെ കാര്യം എന്താണെന്നൊക്കെ വളരെ ലളിത യുക്തി കൊണ്ട് ആർക്കും മനസ്സിലാവുന്നതാണ്. അതിനകത്ത് ഇനി പ്രത്യേകിച്ച് എന്താണ് പറഞ്ഞതെന്നുള്ളതിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ അത് ചരിത്രപരമായ BJPയുടെ സംഘപരിവാറിന്റെ ഒരു അസഹിഷ്ണുതയുടെ ഒരു തുടർച്ചയാണത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഇന്ത്യ രാജ്യത്ത് ഇവർ പറയുന്നത് 1950-51 കാലത്തെ ദേശീയ സർക്കാരിൽ അംബേദ്കർ മന്ത്രിയായിരുന്നു. അംബേദ്കർ എന്തുകൊണ്ട് രാജിവെച്ചു എന്നുള്ളത് നമ്മുടെ രാഷ്ട്രത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലുണ്ട്. അദ്ദേഹം ഹിന്ദു കോഡ് ബില്ല് കൊണ്ടുവന്നപ്പോൾ അതിനെതിരെ വലിയ തോതിൽ ചന്ദ്രഹാസം ഇളക്കി അദ്ദേഹത്തിന്റെ ബില്ലിനെ ഫ്രീസ് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം രാജിവെച്ചത്. അന്ന് ആ ഹിന്ദു കോഡ് ബില്ലിനെ പരസ്യമായിട്ട് പിന്തുണച്ച് അംബേദ്കർക്ക് 100% പിന്തുണ അറിയിച്ച് മുന്നോട്ട് വന്ന ഇന്ത്യയിലെ നേതാവ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. പിൽക്കാലത്ത് നെഹ്റു അംബേദ്കറിന്റെ ഹിന്ദു കോഡ് ബില്ലിലെ എല്ലാ സാരാംശങ്ങളും ഈ രാജ്യത്ത് നിയമമാക്കി മാറ്റുകയുണ്ടായി. അതാണ് ഹിന്ദു മാരേജ് ആക്ട്, ഹിന്ദു സക്സഷൻ ആക്ട്, അതുപോലെ തന്നെ ഹിന്ദു ഗാർഡിയൻഷിപ്പ് ആക്ട്, ഹിന്ദു അഡോപ്ഷൻ ആൻഡ് മെയിന്റനൻസ് ആക്ട്. ഇങ്ങനെയൊക്കെയുള്ള 55-56 കാലഘട്ടത്തിൽ പാസാക്കിയ നെഹ്റു മുൻകൈയെടുത്ത് കൊണ്ടുവന്ന നിയമങ്ങളൊക്കെ ഹിന്ദു കോഡ് ബില്ലിന്റെ സാരാംശങ്ങളായിരുന്നു. അംബേദ്കറുമായിട്ട് സംഘപരിവാറിന് ഒരു കാലത്തും ഒത്തുചേർന്ന് പോകാൻ കഴിയില്ല എന്നുള്ളത് മനസ്സിലാക്കാൻ നമ്മൾ പാഴൂർ പഠിപ്പുര വരെയൊന്നും പോകേണ്ട കാര്യമില്ല. കാരണം ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരായിരുന്നു അംബേദ്കറിന്റെ രാഷ്ട്രീയം. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം ദളിത് ഉദ്ധാരണവും അവരുടെ ഉയർത്തെഴുന്നേൽപ്പും അത്തരത്തിലുള്ളൊരു പൊളിറ്റിക്സ് ആയിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിലെ പല ദേശീയ നേതാക്കന്മാരുമായിട്ട് അംബേദ്കറിന് വിയോജിക്കേണ്ടി വന്നിട്ടുണ്ട്. 1931 പിന്നെ അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി മക്ഡൊണാൾഡിന്റെ പിന്തുണയോടുകൂടി ഇവിടെ കമ്മ്യൂണൽ അവാർഡൊക്കെ വന്നപ്പോൾ മഹാത്മാഗാന്ധി അതിന്റെ ചില വശങ്ങളെ എതിർത്തുകൊണ്ട് ഇർബാദ ജയിലിൽ നിരാഹാര സത്യാഗ്രഹം നടത്തി പാറ്റ്ന പാക്ട് ഒക്കെ ഉണ്ടാക്കിയിട്ട്, പൂന പാക്ട് ഉണ്ടാക്കിയിട്ട് ആ നിരാഹാര സമരം അവസാനിപ്പിക്കുകയുണ്ടായി. അന്ന് ആ പൂന പാക്ടിനെ പോലും എതിർത്തവരാണ് RSSകാർ. കാരണം ഗാന്ധി ആ പാക്ട് ഉണ്ടാക്കിയപ്പോ പിന്നെ ഹിന്ദു മത ഫോൾഡിനകത്ത് ദളിതർക്ക് പ്രത്യേക സീറ്റുകളാകാം എന്ന നിർദ്ദേശം വെച്ചാണ് അംബേദ്കറിനെ അനുനയിപ്പിച്ചത്. അപ്പൊ അതിനെപ്പോലും എതിർത്തവരാണ് സംഘപരിവാറുകാർ. ഇവിടുത്തെ ഭരണഘടനാ നിർമ്മാണ വേളയിൽ സംവരണം എന്ന ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലെ ഐക്കണുകൾ എന്ന് വിളിക്കാവുന്ന 3 പേരാണ് ഗാന്ധിയും നെഹ്റുവും അംബേദ്കറും. തീർച്ചയായിട്ടും ആ മൂന്ന് തരത്തിലുള്ള സംഭാവനയാണ് ഇന്ത്യക്ക് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ ഗാന്ധിയെ നിന്ദിച്ച, അതായത് ഗോഡ്സെയെ പുകഴ്ത്തിയ ഒരാൾ പാർലമെന്റിൽ ഇതേ രാഹുൽ ഗാന്ധിക്കും ഖർഗെയ്ക്കും ഒപ്പം ഇരിപ്പുണ്ട്. സാധ്വി, ഭോപ്പാലിൽ നിന്നുള്ള BJP MP. അവരോടൊന്നുമില്ലാത്ത ഒരു പ്രതിഷേധം അമിത്ഷായോട് ഈ അംബേദ്കർ നിന്ദയെക്കുറിച്ച് നിങ്ങൾക്ക് ഉയരാനുള്ള കാരണം എന്താണ്? അല്ല, ഇവിടെ തീർച്ചയായിട്ടും ഇതൊരു രാഷ്ട്രീയമാണ് അജിംസ. ഇവിടെ ഹിന്ദുത്വ രാഷ്ട്രീയം എന്നതിന്റെ മറവിൽ ഹിന്ദു അംബ്രല്ല രാഷ്ട്രീയം പയറ്റിക്കൊണ്ട് ഇവിടുത്തെ പിന്നോക്ക ഹിന്ദു സമുദായത്തെയും ദളിതരെയൊക്കെ കബളിപ്പിച്ചുകൊണ്ട് BJP നടത്തുന്ന രാഷ്ട്രീയത്തിന്റെ പൊയ്മുഖം അനാവൃതമാക്കാൻ കിട്ടിയ ഏറ്റവും വലിയൊരു അവസരം രാഷ്ട്രീയമായിട്ട് തീർച്ചയായിട്ടും BJP വിരുദ്ധരോ BJP ഇതരരോ ഒക്കെ പ്രയോജനപ്പെടുത്തും.
അതിനകത്ത് നിങ്ങൾക്ക് അത്ഭുതത്തിന് അവകാശമില്ല. പ്രത്യേകിച്ച് ഇവിടുത്തെ ദളിത് വിഭാഗത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഉത്തരേന്ത്യയിലുടനീളം BJP ഹിന്ദു അംബ്രല്ല പൊളിറ്റിക്സ് പയറ്റുന്നുണ്ട്. തീർച്ചയായിട്ടും അവരുടെ മുൻഗണനകളിൽ എവിടെയും ദളിത് വിഭാഗം ഇല്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അംബേദ്കറെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തെ ലക്ഷോപലക്ഷം ദളിത് ജനവിഭാഗങ്ങൾ ഇന്നും ആരാധനാപൂർവ്വം നോക്കിക്കാണുന്നൊരു നേതാവാണ്. അത്തരത്തിലുള്ളൊരു ആരാധന മറ്റൊരു നേതാവിനുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ പരിശോധിക്കേണ്ടതാണ്. അത്തരത്തിലൊരു മഹാബിംബമായ അംബേദ്കറിനെ പിന്നെ തീർച്ചയായിട്ടും ഇകഴ്ത്തി കാണിക്കുമ്പോൾ, അതും പാർലമെന്റിന്റെ നടുത്തളത്തിൽ വെച്ച് രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി അദ്ദേഹത്തിന്റെ നാമം ഉരുവിടുന്ന സമയത്ത് ദൈവനാമം ഉരുവിട്ടാൽ സ്വർഗം കിട്ടുന്നൊക്കെ പറയുമ്പോൾ ആ നാമം ഒരു മ്ലേച്ഛമാണ് എന്നോ അത് ഉരുവിടുന്നത് എത്രമാത്രം പരിഹാസമാണ് എന്നൊക്കെയാണല്ലോ അതിൽ അർത്ഥമാകുന്നത്. അതിനെ തീർച്ചയായിട്ടും എതിർക്കുക ചെയ്യും. ഇപ്പോ അത് മഹാരാഷ്ട്രയിൽ ഭീമ കൊറേഗാവ് കേസ്, അതുപോലെ തന്നെ ദളിത് പീഡനങ്ങൾ UP അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നടക്കുമ്പോൾ അവിടങ്ങളിലൊക്കെയുള്ള സർക്കാരുകൾ ചെയ്യുന്ന രീതി, ദളിത് ബാലികമാരും കൗമാരപ്രായക്കാരും ഒക്കെ ബലാത്സംഗത്തിനിരയാവുമ്പോൾ ആ കുടുംബങ്ങളെ കെട്ടിപ്പൂട്ടി വെച്ച് ഇതിന്റെ പ്രതികളൊക്കെ സ്വൈരവിഹാരം നടത്തുന്ന നിരവധി അനുഭവങ്ങൾ ഈ രാജ്യത്തുണ്ട്. സമ്പൂർണമായിട്ട് ദളിത് വിരുദ്ധമായ ഒരു പാർട്ടി ചില വാചാടോപങ്ങളിലൂടെയും മുട്ടാപ്പോക്കുകളിലൂടെയൊക്കെ ദളിത് സംരക്ഷകരായി അവരെ കൂടി ചേർത്ത് പിടിച്ചൊരു ധ്രുവീകരണ രാഷ്ട്രീയം പയറ്റുമ്പോൾ അത് പൊളിക്കാനുള്ള സുവർണാവസരമാണ്. ഇത് ഇന്ത്യയുടെ ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്ന നിരവധിയായ സംഭവ വികാസങ്ങളിലേക്ക് നമുക്ക് ചർച്ചകളെ കൊണ്ടുപോകാൻ സാധിച്ചു. BJPയുടെ പ്രാഗ്രൂപമായ ജനസംഘവും ഹിന്ദു മുന്നണിയും അതുപോലെ തന്നെ സംഘപരിവാര പ്രസ്ഥാനങ്ങളൊക്കെ എത്തരത്തിലാണ് മുൻകാലങ്ങളിൽ അംബേദ്കറെ സമീപിച്ചത് എന്ന് ഇവിടെ വ്യക്തമാക്കാൻ സാധിച്ചു. 1955 അംബേദ്കർ ബുദ്ധമതം സ്വീകരിച്ചപ്പോൾ ലക്ഷോപലക്ഷം അനുയായികളുമായിട്ട് ബുദ്ധമതത്തെ ആശ്ലേഷിച്ചപ്പോൾ ഇവിടെ അന്നത്തെ സംഘപരിവാറുകാരൊക്കെ ഉയർത്തിയ പരിഹാസത്തിന്റെ അതേ തോതിലും മാനത്തിലുമാണ് ഇപ്പോഴും BJP നിൽക്കുന്നത് എന്നുള്ളതാണ് ഈ പാർലമെന്റിലെ ആഭ്യന്തരമന്ത്രിയുടെ പരിഹാസത്തിൽ നിന്ന് നമുക്ക് വ്യക്തമായത്. തീർച്ചയായിട്ടും അതിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉയരും. ശ്രീ പ്രിന്റു മഹാദേവ്, ഈ RSSനും BJPക്കും അംബേദ്കറോടും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തോടും തുടക്കം മുതൽ ഉണ്ടായിരുന്ന വിപ്രതിപത്തി അമിത്ഷായുടെ വാക്കുകളിലൂടെ പുറത്തു വന്നതാണ്. അല്ല, ഒരിക്കലുമില്ല. BJPയും സംഘപരിവാറും ഒരിക്കലും അംബേദ്കർ ഉയർത്തിപ്പിടിച്ച ആശയത്തിനോ എതിരെ നിന്ന ചരിത്രമുണ്ടായിട്ടില്ല. സ്വാഭാവികമായിട്ട് പാർലമെന്റിനകത്ത് അമിത്ഷായുടെ വാക്കുകളെ വളച്ചൊടിച്ചുകൊണ്ട് ഇപ്പോൾ അംബേദ്കർ സ്നേഹവുമായി വന്നിട്ടുള്ള ഇന്ത്യ സഖ്യവും പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാരും ഈ പഴയകാല നൗഷാദ് അലി പറഞ്ഞതുപോലെ പഴയകാല ചരിത്രം ജനങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി പാർലമെന്റിനകത്ത് ഇപ്പോൾ ഉയർത്തിയ മുദ്രാവാക്യം വളരെയധികം സഹായകരമാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കാരണം അംബേദ്കർ എന്ന മനുഷ്യനോട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ജവഹർലാൽ നെഹ്റുവും കോൺഗ്രസ് പാർട്ടി നടത്തിയിട്ടുള്ള വ്യക്തിപരമായിട്ടും അദ്ദേഹത്തിന് നടത്തിയിട്ടുള്ള നമുക്കറിയാം അവഹേളനങ്ങളും വ്യക്തിപരം അദ്ദേഹത്തിനെ ഏതൊക്കെ രീതിയിലാണ് ഉപദ്രവിച്ചിട്ടുള്ളതും അങ്ങനെ ഉപദ്രവിച്ച ആളുകളൊക്കെ തന്നെ ഇപ്പോൾ യാതൊരുവിധ മുദ്രാവാക്യവും ലഭ്യമാകാതെ ഇപ്പോൾ അംബേദ്കറിലേക്ക് തിരിഞ്ഞിരിക്കുന്ന ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യമാണ് ഇന്ത്യയിലുള്ളത്. ഇപ്പം നേരത്തെ നമ്മുടെ നൗഷാദ് അലി പറഞ്ഞ ചരിത്രപരമായ ചില വസ്തുതകൾ അദ്ദേഹം പറയുന്ന കാര്യത്തിൽ ഞാൻ അംഗീകരിക്കുന്നു. അദ്ദേഹം ഗാന്ധിയും നമ്മുടെ അംബേദ്കറും തമ്മിൽ നടത്തിയിട്ടുള്ള പൂന എഗ്രിമെന്റ്, വേർവാദ ജയിലിലെ ഗാന്ധിയുടെ നിരാഹാര സമരവും ഒക്കെ എന്തിനായിരുന്നെന്നും അതിന്റെ പേരിൽ അംബേദ്കറിനെതിരെ ആദ്യം ഉറഞ്ഞു തുള്ളിയത് കോൺഗ്രസ്സുകാരാണെന്നുള്ള ചരിത്രം അദ്ദേഹം വളച്ചൊടിച്ചുകൊണ്ടാണെങ്കിലും ആ ചരിത്രം അദ്ദേഹം ഒന്ന് പരാമർശിച്ചു. നമ്മൾ മനസ്സിലാക്കേണ്ടത് സത്യത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതോടൊപ്പം തന്നെ ജവഹർലാൽ നെഹ്റുവും ഈ ആദ്യഘട്ടത്തിൽ ഇന്ത്യയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലേക്ക് അംഗമാക്കാൻ പോലും നെഹ്റുവിന് ഇഷ്ടമായിരുന്നില്ല അംബേദ്കർ വരുന്നത്. അദ്ദേഹം ഐവറി മിൻസ് എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരനായിട്ടുള്ള ഒരു ഭരണഘടനാ വിദഗ്ധനായി ഉൾപ്പെടുത്താൻ അദ്ദേഹം ശ്രമിച്ചത്. എല്ലാ കാലഘട്ടത്തിലും നെഹ്റുവിനേക്കാൾ ഭൗതിക നിലവാരം 3-4 ഉദാഹരണങ്ങൾ അംബേദ്കർ വേഴ്സസ് കോൺഗ്രസ് എന്നൊരു നറേറ്റീവ് സൃഷ്ടിക്കാൻ വേണ്ടി പറഞ്ഞു. ഹിന്ദു കോഡ് ബില്ലിനെ കുറിച്ച് നൗഷാദ് അലി പറഞ്ഞുകൊണ്ട് ഞാൻ അതേക്കുറിച്ച് ചോദിക്കുന്നില്ല. ഇപ്പോൾ ഏർവാദ ജയിലിൽ ഗാന്ധി പൂന പാക്കിന് വേണ്ടി നിരാഹാരം നടത്തി. RSSന്റെ നിലപാട് എന്തായിരുന്നു പൂന പാക്കിനോട്? നിങ്ങൾ നോക്കൂ, RSS 1925 RSS രൂപീകരിക്കുന്നത്. RSS രൂപീകരിച്ച് 1931 ആകുമ്പോഴേക്കും RSS അത്രമാത്രം നിലപാടെടുക്കാനുള്ള ഒരു പ്രസ്ഥാനമൊന്നും ആയിരുന്നില്ല എന്ന് എല്ലാ കാര്യം. RSS ഒരു നിലപാടുകളും കാര്യങ്ങളും ഒക്കെ വ്യക്തമാക്കാൻ തുടങ്ങിയത് 1948 ശേഷമാണ്. അപ്പോൾ അതുകൊണ്ട് 6 വർഷം മാത്രമുള്ള ഇപ്പം മോഹിതവാഡയിൽ RSSന്റെ പ്രാരംഭ ശാഖകൾ ആരംഭിച്ചിട്ടുള്ളൂ. ആ സമയത്ത് തന്നെ ആധികാരികമായി ഹിന്ദു കോഡ് ബില്ലിനോടുള്ള നിങ്ങളുടെ നിലപാട് എന്തായിരുന്നു?
അല്ല സാർ, ഞാൻ പറഞ്ഞത് ഈ നൗഷാദ് അലി ഒരു എപ്പോഴും RSSനെ കൂട്ടിയത് കൊണ്ട് ഞാൻ പറഞ്ഞത് RSSന്റെ ബാല്യദശയിൽ ഈ രാജ്യത്തെ വിപ്ലവകരമായിട്ട് നടന്ന പൂനെ എഗ്രിമെന്റിനെതിരെ RSS എന്നൊക്കെ പറയുമ്പോൾ നുണപ്രചരണമാണ്. അദ്ദേഹം ചരിത്രത്തെ വളച്ചൊടി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതോടൊപ്പം തന്നെ നിങ്ങൾ RSSന്റെ ബാല്യദശ വിടൂ. RSS ഒരു യുവാവായിരുന്നപ്പോഴാണല്ലോ ഗാന്ധിവധം ഉണ്ടായത്. RSS ഒരു യുവാവായിരിക്കുമ്പോഴാണ് ഹിന്ദു കോഡ് ബില്ല് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ നിലപാട് എന്തായിരുന്നു? അല്ല, ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഞങ്ങൾ ഉന്നയിക്കപ്പെടുന്ന ആശയങ്ങൾ എന്ന് പറഞ്ഞാൽ രാജ്യത്തിന് കൃത്യമായിട്ട് ഞങ്ങൾക്കൊരു പോളിസി ഉണ്ട്. ആ പോളിസിക്ക് അധിഷ്ഠിതമായ നിലപാടുകൾ എല്ലാ കാലഘട്ടത്തിലും ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഇവിടുത്തെ വിഷയം അതല്ല. ഇവിടുത്തെ വിഷയം എന്താണ്? കോൺഗ്രസ്സുകാർ നിലപാട് ചോദിക്കുമ്പോൾ നിങ്ങൾ രാഷ്ട്രത്തിന് അനുകൂലമായ പോളിസിയാണ്. ഓക്കെ, അതേ ഹിന്ദു കോഡ് ബില്ലാണ് ഇപ്പോഴും നമ്മൾ പിന്തുടരുന്നത്. ആ ഹിന്ദു കോഡ് ബിൽ അനുസരിച്ച് UCC കൊണ്ടുവരാൻ തീരുമാനിക്കുന്നവരാണ് നിങ്ങൾ. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് അന്ന് എതിർപ്പ് എന്തിനോടായിരുന്നു? എത്രയോ തവണ അംബേദ്കറുടെ കോലം കത്തിച്ചിട്ടുണ്ട് അതിനുള്ള എതിരായിട്ടുള്ള പ്രൊട്ടസ്റ്റിൽ RSS. അല്ല, അങ്ങനെ അംബേദ്കറുടെ കോലമൊക്കെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ കത്തിച്ചു എന്ന് പറയുന്നതിന് ആധികാരികത എനിക്കറിയില്ല. ആധികാരികമായിട്ട് സംഘപരിവാറോ ജനസംഘമൊക്കെ അംബേദ്കറുടെ കോലം കത്തി ആധികാരികമായി നിങ്ങൾ അങ്ങനെ എവിടെയെങ്കിലും നിങ്ങളത് പറഞ്ഞ് ഞാൻ അംഗീകരിക്കാം. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട വസ്തു, നിങ്ങൾ RSSനെയും അംബേദ്കറിലേക്ക് കൊണ്ടുവരുമ്പോൾ നിങ്ങൾ അപ്പുറത്തൊരു ചരിത്രം കൂടി നിങ്ങൾ വ്യക്തമാക്കട്ടെ പൊതുസമൂഹത്തിന് മുമ്പിൽ. എന്തുകൊണ്ടാണ് ആദ്യമായിട്ട് അംബേദ്കർ നെഹ്റു മന്ത്രിസഭയിൽ നിന്ന് ആദ്യം രാജിവെക്കുന്നത്? നെഹ്റുവിന്റെ അസഹിഷ്ണുത കാരണമാണ്. നെഹ്റുവിന്റെ മന്ത്രിസഭയിൽ മലയാളി എന്ന് ഏറ്റവും നന്നായി പറയുന്നയാൾ അംബേദ്കറാണ്. അംബേദ്കർ ഒരു രാജിക്കത്ത് കൊടുത്തിരുന്നു. ആ രാജിക്കത്ത് ചോദിച്ചുകൊണ്ട് ഒരു റൈറ്റ് ടു ഇൻഫർമേഷൻ 2019 ഒരാൾ കൊടുത്തപ്പോൾ, ഒരു നിമിഷം, ആ കത്ത് കാണാനില്ലെന്നാണ് മോദി ഭരണകൂടം പറയുന്നത്. ഓക്കെ, പക്ഷെ അത് മുമ്പ് പല പുസ്തകങ്ങളിലും മറ്റും പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അദ്ദേഹം രാജിവെച്ചതെന്ന് ലോകം മുഴുവൻ അറിയാവുന്ന കാര്യമാണ്. അതെ, എല്ലാവർക്കും അറിയുന്ന കാര്യം. അതിനെ ഞങ്ങൾക്കറിയാം. ചരിത്രപരമായ വസ്തുതകൾ ആരും അറിയില്ല. അദ്ദേഹം മാത്രമല്ല, ശ്യാമപ്രസാദ് മുഖർജിയും ജോൺ മത്തായി അടക്കമുള്ള ആളുകൾ രാജിവെച്ചിട്ടുണ്ട്. 3 പേരും ഒരുമിച്ചാണ്. 3 നെഹ്റുവിന്റെ ഏകാധിപത്യത്തിന് പ്രതികരിച്ചതിന്റെ പേരാണ് മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നത്. അതിനുശേഷം 1952 2 തെരഞ്ഞെടുപ്പുകൾ നടന്നല്ലോ. 2 തെരഞ്ഞെടുപ്പുകളിലും എന്തായിരുന്നു കോൺഗ്രസിന്റെ നിലപാട്? നെഹ്റുവിന്റെ നിലപാട് എന്തായിരുന്നു? അംബേദ്കർ ഇന്ത്യൻ പാർലമെന്റ് കാണാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അംബേദ്കറിനെതിരെ രാവും പകലും അംബേദ്കറിനെ പാർലമെന്റിന്റെ പടി കാണിക്കില്ല എന്ന് നെഹ്റു പ്രഖ്യാപിച്ചു. പ്രഖ്യാപിച്ചത് കൊണ്ടാണല്ലോ നെഹ്റു 2 ബാന്ദ്രയിലെയും മുംബൈയിലെയും തെരഞ്ഞെടുപ്പിൽ നേരിട്ട് നേതൃത്വം നൽകിയത് നെഹ്റു അല്ലേ? അല്ല, നെഹ്റു ഒരു പ്രധാനമന്ത്രി എന്ന നിലയിലും നെഹ്റു കോൺഗ്രസിലെ ഏറ്റവും മുതിർന്ന നേതാവ് എന്ന നിലയിലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോയിട്ടുണ്ടാവും. അംബേദ്കറെ പാർലമെന്റിന്റെ പടി കാണിക്കില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ടോ? നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ. അല്ല, ഞാൻ പറയട്ടെ, ഗാന്ധി, നെഹ്റു, അംബേദ്കർ എന്നാണല്ലോ നിങ്ങൾ പറഞ്ഞത്. 3ാം സ്ഥാനം നിങ്ങൾ കൊടുത്തത് അംബേദ്കറിനാണല്ലോ. അങ്ങനെയുള്ള അംബേദ്കർ മത്സരിക്കുന്ന സമയത്ത് സാമാന്യ മര്യാദ അനുസരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് വിജയിക്കാനുള്ള സാഹചര്യം ഒരുക്കുകയല്ല ചെയ്യേണ്ടത്. കോൺഗ്രസ്സുകാരത് ചെയ്തില്ലല്ലോ. താരതമ്യേന ദുർബലനായിട്ടുള്ള ഒരു വ്യക്തി, ആ പ്രാദേശികമായ ഒരു വ്യക്തിയെ കോൺഗ്രസ്സുകാരെ വെച്ചുകൊണ്ട് അദ്ദേഹം അവിടെ തോൽപ്പിച്ച് സർവ്വശക്തി ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം തോൽപ്പിച്ചത് അംബേദ്കറെ. അങ്ങനെയുള്ള കോൺഗ്രസ്സുകാരാണ് ഇപ്പോ അംബേദ്കറുടെ സ്നേഹം പറയുന്നത്. അതിനുശേഷം നിങ്ങൾ നോക്കൂ, ഇവരൊക്കെ സ്വയം പ്രഖ്യാപിതമായിട്ടുള്ള അംബേദ്കർ ബോംബെ നോർത്തിൽ മത്സരിക്കുമ്പോൾ അന്ന് ജനസംഘമുണ്ടല്ലോ, അന്ന് ഹിന്ദു മഹാസഭയുണ്ടല്ലോ, അന്ന് RSS ഉണ്ടല്ലോ. അവരുടെയൊക്കെ പിന്തുണ ആർക്കായിരുന്നു? അല്ല സാർ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആ ബാല്യദശയിൽ അങ്ങനെയല്ലല്ലോ സാർ. ജനസംഘം എന്ന് പറയുന്നത് ബാല്യദശയിൽ നിൽക്കുന്ന ജനസംഘത്തിന് വോട്ടുണ്ട്, നല്ല വോട്ടുണ്ട്. അല്ല, ജനസംഘത്തിന് ഞാൻ പറഞ്ഞു, ജനസംഘം അവിടെ വിജയിക്കാൻ നിൽക്കുമ്പോഴും ഈ നെഹ്റുവിനെ തോൽപ്പിക്കാൻ വേണ്ടി അംബേദ്കറെ തോൽപ്പിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു ജവഹർലാൽ നെഹ്റുവിന്റെ നേരിട്ട് നേതൃത്വത്തിലാണ്. നെഹ്റു അംബേദ്കറെ തോൽപ്പിക്കാൻ ശ്രമിച്ചു. നെഹ്റു അംബേദ്കർക്കെതിരായ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പിൻവലിച്ചില്ല. ശരി, അത് സത്യമാണ്. നിങ്ങൾ എന്ത് ചെയ്തു? അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പറഞ്ഞില്ല, ഞങ്ങളിപ്പോൾ അംബേദ്കറിസത്തിനോടോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യയശാസ്ത്രമായ ഒരു കാര്യം ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള രീതിയിൽ കാര്യങ്ങളുണ്ട്. പക്ഷേ ഇപ്പോൾ കോൺഗ്രസ്സുകാർ ഇപ്പോൾ ഏറ്റെടുക്കുന്ന ഒരു പ്രവണതയുണ്ടല്ലോ, അംബേദ്കറുള്ള സ്നേഹം. ആ സ്നേഹം എന്ന് പറയുന്നത് കപടനാട്യമാണ്. അതാണ് ഞങ്ങളിവിടെ പറയുന്നത്. ഈ സ്നേഹം എന്ന് പറയുന്നത് അംബേദ്കറോട് ഒരു കാലഘട്ടത്തിലും കാണിക്കാത്ത പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഞാൻ ചോദിക്കുക, നമുക്ക് എല്ലാ മഹാന്മാർക്കാരായിട്ടുള്ള ആൾക്ക് ഭാരതരത്നം കൊടുത്തിട്ടുണ്ടല്ലോ. ജവഹർലാൽ നെഹ്റു സ്വയം പ്രഖ്യാപിച്ച് ഭാരതരത്നം കൊടുത്തു, ഇന്ദിരാഗാന്ധി കൊടുത്തു. എപ്പോഴാണ് ഈ അംബേദ്കറിന് ഭാരതരത്നം കിട്ടുന്നത്?
1990 കോൺഗ്രസ് ഇതരമായിട്ടുള്ള VP സിംഗ് ഗവൺമെന്റ് വരേണ്ടി വന്നു. 1900 ഈ ഭാരതരത്ന കിട്ടുന്നത്. അത് മാത്രമല്ല, നമ്മുടെ പാർലമെന്റിനകത്ത് നിങ്ങൾ മനസ്സിലാക്കണം, പാർലമെന്റിനകത്ത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികളടക്കം അനവധി ആളുകളുടെ ഫോട്ടോ ശേഖരം നിങ്ങൾ കാണാം. ആഫ്റ്റർ നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ് സെൻട്രൽ പാർലമെന്റിനകത്ത് അംബേദ്കറുടെ ഒരു ഫോട്ടോ വെക്കുന്നത്. അങ്ങനെയുള്ള കോൺഗ്രസ്സുകാർ ഇപ്പൊ അംബേദ്കറുടെ സ്നേഹവുമായി വന്നുകൊണ്ട് ജയ് ഭീം എന്ന് പറയുമ്പോൾ അതിനെയാണ് അമിത്ഷാ കളിയാക്കുന്നത്. അതിനെയാണ് അമിത്ഷാ പരോക്ഷമായിട്ട് പറയുന്നത്. അല്ലാതെ അംബേദ്കറിസത്തെയോ അംബേദ്കറിനെയോ അല്ല കളിയാക്കുന്നത്. ഇതിനെ വളച്ചടിച്ചുകൊണ്ട് ഇവിടെ ജാതിയുടെ രാഷ്ട്രീയം, ഇവിടെ മതത്തിന്റെ രാഷ്ട്രീയം, വിഭജനത്തിന്റെ രാഷ്ട്രീയമാണ് ഇവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും പക്വതയില്ലാത്ത രാഹുൽ ഗാന്ധിയും ചെയ്യുന്നത്. അത് കൃത്യമായിട്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് നിങ്ങൾക്ക് തിരിച്ചടിയാകുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഈ ചരിത്രമൊക്കെ ചികഞ്ഞുകൊണ്ട് അംബേദ്കറുടെ ചരിത്രവും കോൺഗ്രസിന്റെ ചരിത്രവും നെഹ്റുവിന്റെ ചരിത്രമൊക്കെ ഇവിടുത്തെ സാമാന്യ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ ഈ നാടകങ്ങളൊക്കെ കാരണമായി എന്നുള്ളതാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങൾ അതോടൊപ്പം BJP അംബേദ്കർ സ്നേഹമാണോ പത്തരമാറ്റ്? ഇതാണ് തർക്ക വിഷയം. ശ്രീ സണ്ണിയം കബിക്കാട്, അംബേദ്കറുടെയും ഗാന്ധിയുടെയും ജവഹർലാൽ നെഹ്റുവിന്റെയും ഒക്കെ ആശയധാര വ്യത്യസ്തമായിരുന്നു എന്ന് മാത്രമല്ല, ചരിത്രപരമായി തന്നെ പല ഘട്ടങ്ങളിൽ അവർ നേർക്കുനേർ ആശയപരമായി ഏറ്റുമുട്ടിയവരാണ്. ആ ആശയപരമായ ഏറ്റുമുട്ടൽ ചരിത്രത്തിന്റെ ഭാഗവുമാണ്. എങ്കിൽ പോലും ഗാന്ധി, നെഹ്റു, അംബേദ്കർ ഇവരുടെ 3 പേരുടെയും ആശയങ്ങൾ ആധുനിക ഇന്ത്യയുടെ രൂപപ്പെടലിന് വലിയ സംഭാവന നൽകിയിട്ടുണ്ട്. ഒരു ഭരണഘടനാ ശില്പി എന്ന നിലയിൽ അംബേദ്കർ അതിൽ ചരിത്രത്തിൽ രേഖപ്പെട്ട ആളുമാണ്. ഇവിടെ ആരാണ് ഈ അംബേദ്കർ ലെഗസി പേറുന്നത് എന്ന തർക്കം മാത്രമാണോ പാർലമെന്റിൽ നാം കാണുന്നത്? അല്ല, ഇപ്പോൾ BJPയുടെയും കോൺഗ്രസിൻ്റെയും വക്താക്കൾ സംസാരിക്കുന്നതിൽ നമുക്ക് പ്രാഥമികമായി ബോധ്യപ്പെടുന്നൊരു കാര്യം, അംബേദ്കർ മുന്നോട്ട് വെച്ച രാഷ്ട്രീയത്തോടും അദ്ദേഹം മുന്നോട്ട് വെച്ച സമൂഹ സങ്കല്പത്തോടും ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനവും ഹിന്ദുത്വ ശക്തികളും തുടക്കം മുതൽ തന്നെ എതിർത്തിരുന്നു എന്ന വസ്തുതയാണ്. അതൊരു ചരിത്ര യാഥാർത്ഥ്യമാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് വെച്ചതിൽ നിന്ന് ഭിന്നമായ ഒരു രാഷ്ട്ര ദർശനം അംബേദ്കർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്, ഒരു സാമൂഹ്യ ദർശനം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അദ്ദേഹം ജീവിതത്തിൽ ഉടനീളം ചെയ്തൊരു കാര്യം, ഇന്ത്യ എന്ന് പറയുന്ന ഈ ദേശരാഷ്ട്രം, ഈ വ്യത്യസ്ത ജനവിഭാഗങ്ങൾ താമസിക്കുന്ന ഈ പ്രദേശത്ത് ജനാധിപത്യവും നീതിയും പുലരണമെങ്കിൽ ഈ ഹിന്ദു സോഷ്യൽ ഓർഡർ പൊളിച്ചെഴുതപ്പെടേണ്ടതുണ്ടെന്ന് വിചാരിച്ച ഒരാളാണ് അംബേദ്കർ. അദ്ദേഹം അതുകൊണ്ട് തന്നെ ഈ ഹിന്ദുത്വ ശക്തികൾക്കെതിരെ, എല്ലാ തരത്തിലും പെട്ട ഹിന്ദുത്വ ശക്തികൾക്കെതിരെ, RSSനെതിരെ മാത്രമല്ല, എല്ലാ തരത്തിലും പെട്ട ഹിന്ദുത്വ ശക്തികൾക്കെതിരെ അടിസ്ഥാനപരമായ വിയോജിപ്പ് രേഖപ്പെടുത്തിയ ഒരു ജ്ഞാന വ്യക്തിത്വമാണ് ഡോക്ടർ അംബേദ്കർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഇന്ത്യ ഭരിക്കുന്ന BJP എന്ന രാഷ്ട്രീയ കക്ഷിക്കോ അവരുടെ അടിത്തറയായി നിൽക്കുന്ന സംഘപരിവാർ ശക്തികൾക്കോ ഡോക്ടർ BR അംബേദ്കറുടെ ആശയങ്ങളെ ഒരു തരത്തിലും ഉൾക്കൊള്ളാൻ കഴിയില്ല. ഇപ്പോൾ അവർ പറയുന്ന ഫോട്ടോ വെക്കുന്നതും പ്രതിമ നിർമ്മിക്കുന്നതും പൈതൃക കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതുമൊക്കെ ഒരു പൊളിറ്റിക്കൽ ഗിമ്മിക്സിനപ്പുറത്തേക്ക്, അല്ലെങ്കിൽ അവർ നമ്മളോട് പറയണം അംബേദ്കറുടെ ഏത് ആശയമാണ് അവർ പിൻപറ്റാൻ ശ്രമിക്കുന്നത് എന്ന് തുറന്നു പറയണം. അതായത് അംബേദ്കറുടെ ഫോട്ടോ വെച്ചോ ഇല്ലയോ എന്നുള്ളതല്ല ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. അംബേദ്കർ മുന്നോട്ട് വെച്ച ഏത് ആശയത്തെ പിൻപറ്റുന്നു? അംബേദ്കർ എഴുതി തയ്യാറാക്കിയ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ഒരു ദശകക്കാലമായി ഇന്ത്യയിൽ ഭരണം നടക്കുന്നത്. അത് പൗരത്വ ഭേദഗതിയാവട്ടെ, ന്യൂനപക്ഷാവകാശ ലംഘനങ്ങളാവട്ടെ, സാമ്പത്തിക മാനദണ്ഡം ഏർപ്പെടുത്തി സംവരണത്തെ അട്ടിമറിക്കലാവട്ടെ, ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് ഇതിൻ്റെയൊക്കെ പ്രാധാന്യം അംബേദ്കർ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ പറയുന്നുണ്ട്. ന്യൂനപക്ഷാവകാശം എന്തുകൊണ്ട് സംരക്ഷിക്കപ്പെടണം, എന്തുകൊണ്ട് സംവരണം ഉണ്ടായിരിക്കണം, പൗരത്വത്തെ സംബന്ധിച്ച് ഒക്കെ ഡോക്ടർ BR അംബേദ്കർ പറയുന്നുണ്ട്. അതിനെ മുഴുവനും അട്ടിമറിക്കുന്നവർ വന്നിരുന്ന് പറയുകയാണ് ഞങ്ങളാണ് അംബേദ്കറെ കോൺഗ്രസിനേക്കാൾ നന്നായിട്ട് നോക്കുന്നത് എന്ന് പറയുന്നത് ശുദ്ധ കാപട്യമാണെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. മാത്രവുമല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ തന്നെ ഡോക്ടർ BR അംബേദ്കറുടെ ആശയങ്ങളോട് എതിർത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണം കോൺഗ്രസിൻ്റെ വക്താവിടെ പറയുകയുണ്ടായി. 32 പൂന പാക്റ്റിൻ്റെ സന്ദർഭം. ഗാന്ധി ജീവിതത്തിൽ ആദ്യമായും അവസാനമായും മരണം വരെ നിരാഹാരം പ്രഖ്യാപിച്ചത് അതിനായിരുന്നു. അപ്പോൾ അവിടെ കോൺഗ്രസും അംബേദ്കർക്കെതിരെ നിലപാടെടുക്കുകയും അംബേദ്കറെ പരാജയപ്പെടുത്തുവാനും അംബേദ്കറെ ഇരുട്ടിൽ നിർത്തുവാനും ശ്രമിച്ചിട്ടുണ്ട്. അത് ചരിത്രമാണ്. എത്ര നിഷേധിച്ചാലും
അത് മാഞ്ഞു പോവില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, RSS എന്നൊരു ചെറിയ സംഘടനയായിരുന്നു, കുഞ്ഞു സംഘടനയായിരുന്നു, ഞങ്ങൾക്ക് ആളില്ലായിരുന്നു, ഇതൊന്നുമല്ല. 1949 ഡിസംബർ 12 രാംലീല മൈതാനിയിൽ RSS നേതൃത്വം കൊടുത്ത് ഡോക്ടർ BR അംബേദ്കറുടെ കോലം കത്തിക്കുന്നുണ്ട്. അത് എന്തിനാണെന്നറിയാമോ? ഹിന്ദു കോഡ് ബില്ല് അവതരിപ്പിച്ചതിനാണ്. ഹിന്ദു കോഡ് ബില്ല് എന്താണ് പറയുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട വാദം ഹിന്ദു സമൂഹത്തിലെ സ്ത്രീകൾക്കും തുല്യമായ സ്വത്തവകാശമുണ്ടാകണമെന്നാണ്. അതിനെതിരെ പല വകുപ്പുകളുണ്ട്, ഒരെണ്ണമേ ഞാൻ പറയുന്നുള്ളൂ. അതിനെതിരെ RSS മാത്രമല്ല, കോൺഗ്രസിലെ വലിയൊരു പക്ഷവും എതിരായിരുന്നു. ജവഹർലാൽ നെഹ്റുവിനെ നിരായുധനാക്കിയ ഇടപാടുകൾ പട്ടേലടക്കമുള്ളവർ മുൻകൈയെടുത്ത് നടത്തുന്നുണ്ട്. അതിൽ പ്രതിഷേധിച്ചാണ് ഡോക്ടർ BR അംബേദ്കർ രാജിവെച്ച് പുറത്തു പോകുന്നത്. എന്നിട്ടും ഇത്രയും മഹാനായൊരു മനുഷ്യനെ അംഗീകരിക്കുവാൻ ഇന്ത്യൻ ദേശരാഷ്ട്രം, അതിലെ ഭരണാധികാരികൾ തയ്യാറായിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. അത് തിരുത്താനുള്ള അവകാശം കോൺഗ്രസിനുണ്ട്, പക്ഷെ അവർ തിരുത്തണം. ഇപ്പോൾ അവർ കാണിക്കുന്നത് കാപട്യമാകാതിരിക്കണമെങ്കിൽ മുൻപ് ചെയ്തു പോയ തെറ്റുകൾ അവർ തിരുത്തി മുന്നോട്ട് വരേണ്ടതുണ്ട്. അതാണ് അവർ ചെയ്യേണ്ടത്. അതായത് സമകാലീന ഇന്ത്യയിൽ അംബേദ്കറുടെ സാമൂഹിക, ധാർമ്മിക, രാഷ്ട്രീയ ദർശനങ്ങളുടെ പ്രസക്തി തിരിച്ചറിയുകയും അത് ഉറപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ അവർക്ക് നീതി പുലർത്താൻ പറ്റൂ. അതല്ലാതെ വിവാദങ്ങളിൽപ്പെട്ട് ഞങ്ങളാണ് അംബേദ്കർ സംരക്ഷകർ എന്ന് വെറുതെ പറഞ്ഞാൽ അത് ഇന്ത്യയിലെ ബഹുജനങ്ങൾ വിശ്വസിക്കില്ല. എന്നവർ മനസ്സിലാക്കണം എന്ന സൂചന ലഭിക്കുന്നില്ലേ? അതായത് ഖാർഗെ അധ്യക്ഷനായതിനു ശേഷം കോൺഗ്രസ് പ്രകടമായി തന്നെ അംബേദ്കർ ആശയങ്ങളോട് കൂറു പുലർത്തുന്നതെന്ന് തോന്നിയിട്ടില്ലേ? സണ്ണിയം കവിക്കാട്. ഡോക്ടർ BR അംബേദ്കർ ഇന്ത്യൻ ദേശരാഷ്ട്രം ഇരുട്ടിൽ നിർത്താൻ ശ്രമിച്ചിട്ടും അദ്ദേഹത്തെ ഒരിക്കൽ പോലും അംഗീകരിക്കാതിരിക്കാൻ പരിശ്രമിച്ചിട്ടും ചരിത്രത്തിൽ അതിജീവിച്ചത് അദ്ദേഹം മുന്നോട്ട് വെച്ച ദർശനങ്ങളുടെ ബലം കൊണ്ടും ഇന്ത്യയിലെ കോടിക്കണക്കിന് വരുന്ന ദളിതർ ദൈവതുല്യമായി അദ്ദേഹത്തെ സ്വീകരിച്ചത് കൊണ്ടുമാണ് ചരിത്രത്തിൽ അതിജീവിച്ച് ഡോക്ടർ BR അംബേദ്കർ ഇപ്പോൾ ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ കേന്ദ്രബിന്ദുവായി മാറിയിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ പറയുന്നൊരു കാര്യം ഇത്രയേ ഉള്ളൂ, ഇത് തിരുത്താൻ അമിത്ഷായ്ക്കോ മോഡിക്കോ പറ്റില്ല. എന്തുകൊണ്ടെന്നാൽ അംബേദ്കർ എന്തിനെയാണോ ഭയപ്പെട്ടത്? 1946 അംബേദ്കർ പറയുന്നുണ്ട്, ഇന്ത്യയിൽ ഒരു ഹിന്ദുത്വ ഭൂരിപക്ഷ ഭരണം ഉണ്ടായാൽ അതൊരു ദുരന്തമായിരിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. ആ ദുരന്തത്തിലൂടെയാണ് ഇന്ന് ഇന്ത്യ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അത് നടപ്പിലാക്കുന്ന അമിത്ഷായ്ക്ക് തിരുത്താൻ പറ്റില്ല, അംബേദ്കറെ ഉൾക്കൊള്ളാൻ പറ്റില്ല. അംബേദ്കറെ ഉൾക്കൊള്ളുന്നുവെന്ന് നടിച്ച് അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെ തകർക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ കോൺഗ്രസിനും പ്രതിപക്ഷ കക്ഷികൾക്കും തിരുത്താം. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ MLA ജയ് ഭീം വിളിയോട് മറുപടി പറഞ്ഞത് പാലാരിവട്ടം പാലത്തിൻ്റെ ഭീമാണോ എന്നാണ് ചോദിക്കുന്നത്. ഇത്രയും വിവരദോഷികളായ മനുഷ്യരാണ് അംബേദ്കർ പടം കൊണ്ട് നടക്കുന്നത് എന്നുള്ളത് തീർച്ചയായും ചരിത്രത്തിലെ ഒരു മ്ലേച്ഛതയാണെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. അവിടെ അവർ തിരുത്തണം, ആത്മാർത്ഥമായി തിരുത്തണം. ഇന്ത്യൻ ഭരണഘടന കൊടച്ചക്രമാണെന്ന് പറഞ്ഞൊരു മന്ത്രി ഭരിക്കുന്ന സ്ഥലമാണ് കേരളം. അവർ തിരുത്തണം കാര്യങ്ങളെ. ആത്മാർത്ഥത ആ കാര്യത്തിൽ ഉണ്ടാവണം. അപ്പൊ ഡോക്ടർ BR അംബേദ്കർ ആണ് ഇന്ത്യ നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ, വെറുതെ പറയുന്നതല്ല നശിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയിലെ ദളിതർ ബുൾഡോസർ ഭരണമാണ് നടക്കുന്നത്. കോടതി വിലക്കിയിട്ടും സമ്മതിക്കുന്നില്ല. ബുൾഡോസർ വെച്ച് മുസ്ലിങ്ങളുടെ കേന്ദ്രങ്ങൾ ഇടിച്ചു നിരത്തുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആദിവാസികൾ തമ്മിൽ ഏറ്റുമുട്ടാൻ തുടങ്ങിയിട്ട് ഒരു വർഷത്തോട് അടുക്കുകയാണ്. ഇപ്പോൾ ദളിത് സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് കൊന്നവർക്ക് സംരക്ഷണം കൊടുക്കുന്ന ഇടപാടുകൾ നടക്കുന്ന ഒരു സ്ഥലമാണ് ഇന്ത്യ. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഡോക്ടർ BR അംബേദ്കറെ പറ്റി അമിത്ഷാ പറഞ്ഞ വാക്യം അംബേദ്കർ 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 എന്ന് പറയാ ദൈവത്തെ വിളിക്കണമെന്നാണ്. അമിത്ഷാ ഒരു കാര്യം മനസ്സിലാക്കിക്കോണം, ദേശരാഷ്ട്രം അപകടത്തിൽപ്പെടുമ്പോൾ ഇന്ത്യക്കാരെ രക്ഷിക്കാൻ ഒരു ദൈവവും ആകാശത്ത് നിറങ്ങി വരാനില്ല. ഡോക്ടർ BR അംബേദ്കറിൻ്റെ ദർശനങ്ങളാണ് നമുക്ക് ബലം തരുള്ളൂ. ദൈവത്തെ വിളിച്ചാൽ ഇന്ത്യക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. പക്ഷേ ഡോക്ടർ BR അംബേദ്കറെ തിരിച്ചു വിളിച്ചാൽ, അദ്ദേഹത്തെ സ്വീകരിച്ചാൽ ഇന്ത്യക്ക് ഒരു വഴി തുറന്നു കിട്ടുമെന്നുള്ള യാഥാർത്ഥ്യം അയാൾ മനസ്സിലാക്കണം. പിന്നെ ഈ കക്ഷി രാഷ്ട്രീയ വഴക്കിൽ എടുത്ത് എപ്പോഴും ഉപയോഗിക്കാവുന്ന വെറും ഒരു പേരല്ല
ഡോക്ടർ BR അംബേദ്കറുടേത്. അദ്ദേഹം ഇന്ന് ലോകം അംഗീകരിക്കുന്ന തത്വശാസ്ത്രകാരനും രാഷ്ട്രീയ ദാർശനികനുമാണ് എന്ന കാര്യം അറിയും. ഒരു കാര്യം കൂടി പറഞ്ഞുണ്ട്, അംബേദ്കർ വിമർശനം ഉന്നയിച്ചു എന്നുള്ളത് ശരി, അതിനോട് കോൺഗ്രസും BJPയും ഒക്കെ എതിർപ്പ്, ജനസംഖ്യയൊക്കെ എതിർപ്പും പ്രകടിപ്പിച്ചു. പക്ഷേ ഇന്ത്യ എന്ന ദേശരാഷ്ട്രത്തെ നിർമ്മിക്കാൻ അംബേദ്കർ വലിയ സംഭാവന ചെയ്തിട്ടുണ്ട്. ഇവരെന്താ അത് കാണാത്തത്? നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സ്ഥാപനം എന്ന ആ ഐഡിയ കൺസീവ് ചെയ്തത് ഡോക്ടർ BR അംബേദ്കറിൽ നിന്നാണെന്ന് RBIയുടെ ഹിസ്റ്ററി പറയുന്നുണ്ട്, നേരിട്ട് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഇന്ത്യയിലെ അന്തർ സംസ്ഥാന നദീജല തർക്കങ്ങൾക്കൊരു പരിഹാര മോഡൽ നിർദ്ദേശിച്ചത് ഡോക്ടർ BR അംബേദ്കർ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാണ്. ഇതെന്താണ് ഇവർക്ക് മനസ്സിലാവാത്തത്? ഇന്ത്യക്കൊരു ഭരണഘടന എഴുതിയതിനെ കൃഷ്ണമാചാരി പറയുന്നൊരു കാര്യമുണ്ട്, അല്ല ബാക്കിയുള്ള അംഗങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. ഒരാൾ മരിച്ചുപോയി, 2 പേർ അമേരിക്കയ്ക്ക് പോയി, 2 പേർ വൃദ്ധന്മാരായിരുന്നു. ഡോക്ടർ അംബേദ്കർ ഒറ്റയ്ക്കാണ് ബഹുഭൂരിപക്ഷ സമയം ആ ഡ്രാഫ്റ്റ് തയ്യാറാക്കാൻ ചെലവഴിച്ചതെന്ന് TT കൃഷ്ണമാചാരി സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഇത്രയും വലിയ കോൺട്രിബ്യൂഷൻ നടത്തിയ ഒരു മനുഷ്യനെ വെറുതെ പാർലമെന്റിലെ തേർഡ് റൈറ്റ് രാഷ്ട്രീയക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് ഉപയോഗിക്കുന്നൊരു പേരായിട്ട് കാണരുത്. ഇന്ത്യയിലെ ഏറ്റവും ഡൗൺ ട്രോഡനായ മനുഷ്യർ, ദൈവത്തെ പോലെ കാണുന്ന മഹാവ്യക്തിത്വമാണ് ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ആധുനിക കാലത്തെ പ്രോത്ഘാടകനുമാണ് അംബേദ്കർ നമ്മൾ കാണേണ്ടതുണ്ട്. ശരി, ശ്രീ ലാൽകുമാർ, ഇത് ആരാണ് മികച്ച അംബേദ്കറൈറ്റ് എന്ന ഒരു തർക്കമാണോ, അതല്ല പരസ്പരമുള്ള പഴിചാരലാണോ? നോക്കൂ, ഇവിടെ ആരാണ് അംബേദ്കറിനെ കൂടുതൽ ഓൺ ചെയ്യുന്നതെന്നുള്ളൊരു ചോദ്യമാണ്. എൻ്റെ ടൈറ്റിൽ ആരുടെ അംബേദ്കർ എന്നുള്ളതാണ്. അജിംസിനോട് ഞാൻ 100% ഉറപ്പിച്ചു പറയുന്നു, അത് RSSന്റെയും സംഘപരിവാറിന്റെയും അല്ല എന്ന് 100% ഉറപ്പിച്ചു പറയാൻ കഴിയും. കാര്യം, മനുസ്മൃതിയെ നെഞ്ചോടടുത്തു പിടിച്ച് സാമൂഹിക ജീവിതത്തിൽ, മനുഷ്യന്റെ സാമൂഹിക ജീവിതത്തിൽ വലിയ ഹൈറാർക്കിക്കൽ ലെവലിൽ ഉള്ള ഒരു സാമൂഹിക ജീവിതം ആക്കാൻ ശ്രമിക്കുന്ന ഒരു ആശയത്തിന് ഒരിക്കലും അംബേദ്കർ മുന്നോട്ട് വെച്ച സോഷ്യൽ ജസ്റ്റിസ്, അംബേദ്കർ ഒരുപാട് കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്, അതിനകത്ത് ഏറ്റവും പെർട്ടിനന്റ് ആയിട്ടുള്ള പോയിന്റാണ് സോഷ്യൽ ജസ്റ്റിസ്. അതിനുവേണ്ടി അദ്ദേഹം വലിയ ഫൈറ്റ് നടത്തിയിട്ടുണ്ട്. ആ സാമൂഹിക നീതി എന്ന് പറയുന്ന ആശയം പൂർണ്ണമായും റദ്ദ് ചെയ്തു പോകുന്നതാണ് യഥാർത്ഥത്തിൽ വർണ്ണാശ്രമ ധർമ്മ തിയറി. ആ വർണ്ണാശ്രമ ധർമ്മം വലുതായി അപ്ഹോൾഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ മുന്നോട്ട് വെക്കുന്ന ഒരു പാർട്ടിക്കോ അങ്ങനെ ഒരു ആശയത്തിനോ ഒരു കാരണവശാലും അംബേദ്കറിനെ ഓൺ ചെയ്യാൻ പറ്റില്ല. അവരെ സംബന്ധിച്ചിടത്തോളം, BJPയെ സംബന്ധിച്ചിടത്തോളം, അത് ഞാൻ വ്യക്തമായി ഇച്ചിരിയുടെ രാഷ്ട്രീയമായി തന്നെ പറഞ്ഞുതരാം. കാര്യം ഇവിടെ ബാക്കിയുള്ളവരെല്ലാം പറഞ്ഞത് പൂനെ പാക്റ്റുമായിട്ട് ബന്ധപ്പെട്ടും സാമൂഹിക അംബേദ്കർ എന്ന് പറയുന്ന വലിയ മനുഷ്യനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. എനിക്ക് അതിനകത്തൊന്നും ഒരു ഡിനായൽ ഇല്ല. പക്ഷേ ഇപ്പൊ ഇതിനകത്ത് വന്നിരിക്കുന്ന ഡെവലപ്മെന്റ് ഞാൻ പറഞ്ഞു, ഒരു ഹാർഡ് കോർ പൊളിറ്റിക്സ് ഒരല്പം ഞാൻ പറയാൻ തോന്നുന്നു. വളരെ സിമ്പിൾ ആണ്. 400 പാർ എന്ന് പറയുന്ന 400 നമ്പർ മോഡിയുടെ ഒരു സ്വപ്നമായി അവർ അവതരിപ്പിച്ചു. യഥാർത്ഥത്തിൽ ഇവിടുത്തെ ദളിത് ആദിവാസി വിഭാഗം മറ്റുള്ള ആൾക്കാരും കൂടെ ചേർന്ന് അത് ഇല്ലാതാക്കി എന്നുള്ളതാണ്. നിങ്ങൾക്ക് നമ്പേഴ്സ് നോക്കാൻ പറ്റും. ഈ പ്രാവശ്യം SC സീറ്റുകളിൽ ജയിച്ചത് കോൺഗ്രസ് 20 എണ്ണം ജയിച്ചു. കഴിഞ്ഞ പ്രാവശ്യം 6 എണ്ണേ ജയിച്ചിട്ടുള്ളായിരുന്നു. ഇപ്പൊ ഒരു 14 സീറ്റ് അവിടെ കൂടി. 46 സീറ്റിൽ 2019 ജയിച്ച BJP 29 ഇടത്തേക്ക് കുറഞ്ഞു. ഇത് അവർക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ട്. ഇവിടുത്തെ ദളിത് വിഭാഗം BJPയിൽ നിന്നും അകലുന്നു. കാര്യം അവർക്ക് ദളിത് വിഭാഗത്തിന് അവരുടെ രാഷ്ട്രീയം മനസ്സിലായിട്ടുണ്ട്. കാര്യം ഇവർ ഇപ്പം സണ്ണി പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. ദളിത് പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യുന്നു, അതിന് കൊട പിടിച്ചു കൊടുക്കുന്ന ആൾക്കാർ വരുന്നു. അങ്ങനെ ഒരുപാട് നമ്മുടെ മനുഷ്യന്റെ സാമൂഹിക ജീവിതത്തെ ഇല്ലാതാക്കുന്ന ഒരു വലിയ പ്രശ്നം വരുന്നു. ഈക്വാലിറ്റി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫ്രട്ടേണിറ്റി എന്ന് പറയുന്ന ആശയം ഏറ്റവും കൂടുതൽ നമ്മുടെ ഭരണഘടനയിൽ നിങ്ങൾ ഏത് ഇന്റർപ്രിട്ടേഷൻ എടുത്തു നോക്കുക, ഏത് കോൺസ്റ്റിറ്റ്യൂഷണൽ ഇന്റർപ്രിട്ടേഷൻ എടുത്താലും, ഏതൊരു ജഡ്ജ്മെന്റ് എടുത്താലും ആ ആസ്പെക്ട് തള്ളിക്കൊണ്ട് നമുക്ക് ഒരു കാര്യം പറയാൻ പറ്റില്ല. അത് എപ്പോഴും സുപ്രീം കോർട്ടും അല്ലെങ്കിൽ ഹൈക്കോർട്ടുകളും അപ്ഹോൾഡ് ചെയ്യുന്നൊരു വാല്യൂ ആണ്. അത് ബേസിക്കലി അംബേദ്കറൈറ്റ് വാല്യൂ ആണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ്. ആ കോൺസ്റ്റിറ്റ്യൂഷനെ ഇല്ലാതാക്കാനുള്ള എത്ര ശ്രമങ്ങളാണ് ഈ പറയുന്ന BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഇപ്പൊ ഒരു വളരെ സിമ്പിൾ ആയിട്ട് ഉദാഹരണം, നമ്മുടെ ബേസിക് സ്ട്രക്ചറിന്റെ ഭാഗമാണ് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നടക്കുക. ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ. ഞാൻ അല്പം മാറിപ്പോകുന്നു എന്ന് കരുതണ്ട, ഞാൻ കണ്ടന്റിലേക്ക് വന്നോളാം. ഈ പറയുന്ന ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നടക്കുക എന്ന് പറയുന്നത് നമ്മുടെ ബേസിക് സ്ട്രക്ചറിന്റെ ഭാഗമാണെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. ആ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നടത്തേണ്ടത് ആരാണ്?
ഇലക്ഷൻ കമ്മീഷനാണ്. ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടൊരു സുപ്രധാനമായ വിധി സുപ്രീം കോടതിയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് വിധിച്ചപ്പം അതിനെ അവർ അമെൻഡ് ചെയ്ത് ഈ പറയുന്ന ജഡ്ജി എന്ന് പറയുന്ന ആളുടെ അത് ചീഫ് ജസ്റ്റിസിന്റെ പ്രസൻസ് അവർ ഇല്ലാതാക്കി. അപ്പൊ ഇങ്ങനെ ഓരോ ഘട്ടത്തിലും ഈ പറയുന്ന അംബേദ്കറൈറ്റ് ആശയങ്ങളെ യഥാർത്ഥത്തിൽ ഡിഫീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ നാട്ടിൽ നടക്കുന്നത്. ഒരു കാര്യം കൂടെ ഞാൻ പറയാം, അടുത്ത ലെവലിൽ നിൽക്കുക തന്നെ പറയാം. അംബേദ്കറിന് ഭാരതരത്നം കൊടുത്തില്ല എന്ന് പറയുന്ന ഒരു പ്രശ്നം ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. ഞാനത് ഇന്നലെ ഒരു ഡിബേറ്റിനകത്ത് ഞാൻ അവതരിപ്പിച്ചതാണ്. ഞാൻ ഒന്നുകൂടെ, ഇത് വേറൊരു ഓഡിയൻസ് ആകാൻ സാധ്യതകളുണ്ടാ പറയുന്നത്. അംബേദ്കറിന് ഭാരതരത്നം കൊടുത്തില്ലായിരുന്നു എന്നിരിക്കട്ടെ, കൊടുത്തില്ലെങ്കിലും ഞാൻ ഒന്നും അതിന് വലിയതായിട്ട് കാണുന്നില്ല. കാര്യം അംബേദ്കർ, ഗാന്ധി അല്ലെങ്കിൽ സുഭാഷ് ചന്ദ്രബോസ്, ഈ മൂന്ന് ആത്മാക്കളെയും ഞാൻ വ്യക്തിപരമായി കാണുന്നത് ഈ ഭാരതരത്നത്തിനെക്കാട്ടിലും ഒക്കെ ഒത്തിരിയോ മേളിലാണ്. ഭാരതരത്നം കൊടുത്തു കഴിഞ്ഞാൽ ഭാരതരത്നം ചെറുതാവും എന്നല്ലാതെ, അല്ലെങ്കിൽ ഭാരതരത്നം ഒന്നും അല്ലാതാവും എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ അംബേദ്കർ എന്ന് പറയുന്ന വ്യക്തി, ഞാൻ ആ പറയുന്ന ഭാഷയെ ഞാൻ ഉദ്ദേശിക്കുന്നത്, അംബേദ്കറിന് അതിന്റെ ഒന്നും ആവശ്യമില്ല. അതിനേക്കാളിലൊക്കെ എത്രയോ മേളിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അംബേദ്കർ. അത് ഓർത്തോണം. ഇപ്പം ഞാൻ ഒരു ഇച്ചിരൂടെ ഹാർഡ് കോർ പൊളിറ്റിക്സ് പറയാം. നോക്കൂ, എന്നേലും ഈ അടുത്ത കാലത്ത് എപ്പോഴേലും അമിത്ഷായെ ഡിഫെൻഡ് ചെയ്യാൻ പ്രധാനമന്ത്രി ഇറങ്ങിത്തിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പെട്ടെന്ന് അമിത്ഷായെ ഡിഫെൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നും മോഡിക്കില്ല. പക്ഷെ മോഡി പോലും ട്വീറ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ പ്രസ്താവന ഇറക്കുകയാണ് അമിത്ഷായ്ക്ക് അനുകൂലമായിട്ട്. ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് പാർലമെന്റിൽ ഡിസ്പ്യൂട്ടോ അല്ലെങ്കിൽ ഡിബേറ്റ് നടന്ന ശേഷം ഈ പറയുന്ന BJPയുടെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് പെട്ടെന്ന് അമിത്ഷാ വരുന്നു, പെട്ടെന്ന് വാർത്താ സമ്മേളനം നടത്തുന്നു. എന്തുകൊണ്ട് നടത്തുന്നു? വളരെ സിമ്പിളാണ്. ദളിത് ആദിവാസി വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരെ അവർക്ക് കൂട്ടത്തീർത്താൻ ഒരു വലിയ ശ്രമം നടത്തുന്നുണ്ടായിരുന്നു. അത് ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ടു. ഇപ്പം ഇത്രയും അംബേദ്കറോടുള്ള സ്നേഹം BJP കാണിക്കുന്നത് എന്തിനാണെന്നറിയാവോ? വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അവർക്ക് കിട്ടാൻ സാധ്യതയില്ലാത്ത, ഇച്ചിരൂടെ പോളറൈസ് ചെയ്ത് പോകാൻ സാധ്യതയുള്ള ഡൽഹിയിൽ ഒരു 17% ദളിത് വോട്ടുണ്ട്. ഡൽഹി തെരഞ്ഞെടുപ്പ് വരാനും പോവാണ്. വേറെ ഒന്നുമല്ല ജിംസെ, അല്ല അംബേദ്കറിനോടുള്ള ഈ പറയുന്ന മനുസ്മൃതി വെക്കുന്ന ആൾക്കാരുടെ സ്നേഹമാണ്, ഒരു കാരണവശാലും അല്ല. ഡൽഹി തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ്. ഡൽഹിയിൽ ഈ പറയുന്ന ദളിത് ആദിവാസി വിഭാഗത്തിന് 17% വോട്ടുണ്ട്. ആ വോട്ടിലാണ് അമിത്ഷായുടെ കണ്ണ്. അതാണ് അതിനകത്ത് ഏറ്റവും സബ്സ്റ്റാൻഷ്യലി കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം. വേറെ ഒന്നുമല്ല. അല്ല അംബേദ്കറിനോട് ഇന്ന് നേരം വെളുത്തപ്പം ഇവർക്ക് സ്നേഹം തോന്നേണ്ട കാര്യം എന്താ? സണ്ണി ചോദിച്ച പോലെ അംബേദ്കറിന്റെ എന്താശയമാണ് നിങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ളത്? ഇതിനെ പൂർണ്ണമായും ഡിഫീറ്റ് ചെയ്യാൻ ബോംബെയിൽ 450 അടിയുള്ള പ്രതിമ വരുന്നു, അങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ട്. പ്രതിമ ഉണ്ടാക്കുന്നുണ്ട്, പാർലമെന്റ് സെൻട്രൽ ഹാളിൽ ചിത്രം വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലേ, ഇപ്പൊ CPM-നെതിരെ ഒരു വിമർശനം വന്നു, സണ്ണി ഉന്നയിച്ച വിമർശനം കോൺഗ്രസിനെതിരെ ഉന്നയിച്ചു. ഇത് ശരി, അതിനകത്ത് പോലും CPI-എമ്മോ കോൺഗ്രസോ പോലും യഥാർത്ഥത്തിൽ സബ്സ്റ്റാൻഷ്യലി അംബേദ്കറിന്റെ ആശയത്തെ ഡിഫീറ്റ് ചെയ്യത്തക്ക രീതിയിലൊരു വലിയ വർക്ക് ഈ നാട്ടിൽ നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. ആ അംബേദ്കറിന്റെ ആശയം പൂർണ്ണമായിട്ടും ഡിഫീറ്റ് ചെയ്യപ്പെടണം എന്നുള്ള ആഗ്രഹത്തിൽ വർക്ക് ചെയ്യുന്നത് BJP ആണ്, വേറെ ആരുമല്ല. അങ്ങനെയുള്ള ഒരു പാർട്ടിക്ക് ഒരു ദിവസം കൊണ്ട് അംബേദ്കറിനോടും അംബേദ്കറിന്റെ പ്രതിമ പണിയുന്നതും അംബേദ്കറിന്റെ ലണ്ടനിൽ താമസിച്ച വീട് മേടിക്കുന്നതും ഒന്നും അംബേദ്കറൈറ്റ് ആശയമുള്ള ആൾക്കാരോട് ഉള്ള സ്നേഹമൊന്നുമല്ല. അംബേദ്കറിന്റെ ആശയം ഉൾക്കൊള്ളുന്നു, അംബേദ്കർ പറഞ്ഞ ആശയത്തോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. ദളിതരുടെ വോട്ട് വേണം, വേറെ ഒന്നുമല്ല അതിനകത്ത് കാര്യം. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്രേ ഉള്ളൂ. അവരെ സംബന്ധിച്ചിടത്തോളം വോട്ട് എന്ന് പറയുന്ന ഒരു കാര്യമായി കുറഞ്ഞു. അംബേദ്കറിന്റെ ആശയത്തോട് ഇവർക്ക് അത്ര നല്ല താല്പര്യമാണെങ്കിൽ ഈ പറയുന്ന ആൾക്കാർക്കെതിരെ നടപടിയെടുക്കട്ടെ. ഈ ദളിത് ആദിവാസി വിഭാഗങ്ങൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ എന്താണ് ഈ നാട്ടിൽ നടക്കുന്നത്? ഏതെങ്കിലും രീതിയിൽ നല്ല രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ ഈ പറയുന്ന രീതിയിൽ മുന്നോട്ട് കൊടപിടിച്ചു വരികയാണ്. ഇപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ, നമ്മൾ എത്രയോ റേപ്പ് കേസിന്റെ കാര്യത്തിൽ പറഞ്ഞു, ആ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ ഇതിനെ ഡിഫീറ്റ് ചെയ്യത്തക്ക രീതിയിലുള്ള ഇടപെടൽ നടത്തുന്ന ഒരു നാട്ടിൽ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇവരുടെ കയ്യിലല്ലേ ഇരിക്കുന്നത്. അപ്പൊ ഇവരുടെ അജണ്ട വളരെ സിമ്പിൾ ആണ്. അതിനകത്ത് അഡീഷണൽ ആയിട്ട് വന്ന ഒറ്റ കാര്യമുള്ളൂ, ഈ വോട്ടാണ്. അതിപ്പോ ബാക്കിയുള്ള 3 പേരും പറഞ്ഞില്ല, ഞാൻ ഇച്ചിലൂടെ കള്ളനായതുകൊണ്ട് പറഞ്ഞു എന്ന് വിചാരിച്ചാൽ മതി. ശരി അജിംസെ, അംബേദ്കറുടെ നിലപാടുകളോട് സമ്പൂർണമായി യോജിപ്പോടുകൂടിയാണ് കോൺഗ്രസ് പാർട്ടി എല്ലാ കാലവും പോയിട്ടുള്ളത് എന്ന് ആരെങ്കിലും അഭിപ്രായപ്പെട്ടോ? നിങ്ങളിവിടെ നെഹ്റുവിനെയും അംബേദ്കറിനെയും നിങ്ങളൊന്ന് താരതമ്യം ചെയ്യുമ്പോൾ അംബേദ്കറിനെ ഈ രാജ്യത്തുള്ള എല്ലാ ശക്തികളും എതിർക്കുമ്പോഴും അംബേദ്കറിന് വലിയ പ്രതിപക്ഷ ബഹുമാനത്തോടെ കാണുകയും അദ്ദേഹത്തിന് വേണ്ട എല്ലാ അവസരങ്ങളും ലഭ്യമാക്കുകയും അദ്ദേഹത്തെ വളരെയേറെ ബഹുമാനിക്കുകയും ചെയ്താണ് നെഹ്റു മുന്നോട്ട് പോയത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ നേരത്തെ ഹിന്ദു കോഡ് ബില്ലിന്റെ കാര്യം പറഞ്ഞു. അംബേദ്കർ നിരാശനായി രാജിവെച്ചതിന് ശേഷം നെഹ്റു അതിലെ 4 സാരാംശങ്ങൾ ഈ രാജ്യത്തിന്റെ നിയമമാക്കി മാറ്റിയത് ഞാൻ പറഞ്ഞു. രണ്ടാമതൊരു ഉദാഹരണം നിങ്ങൾ കേൾക്കണം.
അംബേദ്കർ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലേക്ക് വരുന്നത് ഇന്നത്തെ ബംഗ്ലാദേശിന്റെ ഭാഗമായിരുന്നു, അന്നത്തെ അവിഭക്ത ബംഗാളിൽ നിന്നായിരുന്നു. അദ്ദേഹത്തിന്റെ SC കോൺഫെഡറേഷനും സർവേന്ത്യ മുസ്ലിം ലീഗുമാണ് അദ്ദേഹത്തെ അന്ന് പിന്തുണച്ചത്. ബംഗ്ലാദേശ് പാകിസ്ഥാനൊക്കെ രൂപീകരിച്ചു പോയപ്പോ അംബേദ്കറുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ അംഗത്വം സ്വാഭാവികമായിട്ട് റദ്ദായിപ്പോയി. അപ്പൊ ആ അംഗത്വം പുനഃസ്ഥാപിക്കാൻ മുൻകൈയെടുത്തത് നെഹ്റു ആയിരുന്നു. അദ്ദേഹം ബോംബെ പ്രസിഡൻസിയിലെ കോൺഗ്രസ് അംഗമായ BP മണ്ഡലിനെ കൊണ്ട് രാജിവെപ്പിച്ചിട്ടാണ് അംബേദ്കറിനെ വീണ്ടും ഈ ഭരണഘടനാ അസംബ്ലിയിലേക്ക് കൊണ്ടുവന്നത്. അത് നെഹ്റുവാണ് ചെയ്തത്, കോൺഗ്രസ് ചെയ്തത്. 1947 തൊട്ട് 51 വരെ അംബേദ്കറിനെ നിയമമന്ത്രിയാക്കി നെഹ്റു തന്റെ മന്ത്രിസഭയിൽ. അംബേദ്കറിനെ കോൺസ്റ്റിറ്റ്യൂന്റ് ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനായിട്ട് അംബേദ്കറിനെ കോൺഗ്രസിന്റെ കൂടി സഹായം ഇല്ലാതെ നിയമിക്കാൻ കഴിയോ? കോൺഗ്രസിന്റെ മന്ത്രിസഭയല്ലേ ദേശീയ ഗവൺമെന്റായിട്ട് വന്നത്. അതിൽ അംബേദ്കർ വരുന്നത് അംബേദ്കറിനോടുള്ള ബഹുമാനം മുൻനിർത്തിയല്ലേ. എല്ലാ കാലത്തും അദ്ദേഹത്തിന്റെ ധിഷണയെ, അദ്ദേഹത്തിന്റെ പ്രതിഭയെ, അദ്ദേഹത്തിന്റെ മഹാമനസ്കതയെ എല്ലാത്തിനെയും ആരാണ് ഇത് അംബേദ്കറുടെ വലിപ്പത്തെ എല്ലാ കാലത്തും അംബേദ്കറിന്റെ അദ്ദേഹം എന്തിനാണ് ഇങ്ങനെ അസഹിഷ്ണുവാകുന്നത്? ഞാൻ സംഘപരിവാറിനെ കുറ്റപ്പെടുത്തിയില്ലല്ലോ, ഞാനിവിടെ സംഘപരിവാറിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല, പിന്നെ അദ്ദേഹം എന്തിനാ ഇങ്ങനെ അസഹിഷ്ണുവാകുന്നത്? അതുകൊണ്ട് എല്ലാ കാലത്തും മാനിച്ചവരാണ് കോൺഗ്രസും നെഹ്റുവും. അല്ലല്ല, ഞാൻ അയാള് പറയാൻ സമ്മതിക്കില്ല. ഇവിടെ നയത്തെ സമൂലമായി മുച്ചൂടും എല്ലാ കാലത്തും എതിർത്തത് BJP അല്ലെങ്കിൽ അതിന്റെ മുൻഗാമികളായ സംഘപരിവാറാണ്. അംബേദ്കർ മുന്നോട്ട് വെച്ച സാമൂഹ്യ വ്യവസ്ഥിതിയിലെ ഒരുപാട് നല്ല വശങ്ങളെ കോൺഗ്രസ് അംഗീകരിച്ചിരുന്നു. എന്നാൽ സമ്പൂർണമായി നിരാകരിച്ചൊരു പ്രസ്ഥാനമുണ്ടെങ്കിൽ അത് സംഘപരിവാറാണ്. ഇവിടെ സംഘപരിവാർ അന്ന് ബാല്യത്തിലാണ്, പിന്നെ കൗമാരത്തിലാണ് എന്നൊക്കെയാണ് ഇവിടെ ഓരോ കാര്യത്തിനും ഇവർ വിശദീകരണം പറയുന്നത്. അപ്പൊ 1948 ഗാന്ധിയെ വെടിവെച്ചു കൊല്ലുമ്പോ RSS ഏത് ദശയിലായിരുന്നു? ശൈശവാവസ്ഥയിലായിരുന്നു. ഇവിടെ ഇവരൊക്കെ പറയുന്ന ന്യായങ്ങൾ ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഉടനീളം നിങ്ങൾ നോക്കൂ. ഇവിടെ 1955 പിന്നെ അംബേദ്കർ ബുദ്ധമതം സ്വീകരിച്ചപ്പോ എന്തൊക്കെ പരിഹാസങ്ങളും പുകിലുകളുമാണ് ഇവിടുത്തെ സംഘപരിവാരം അന്നുണ്ടാക്കിയത്. എല്ലാ കാലത്തും അംബേദ്കർ വിരോധികളാണ്, ദളിത് വിരോധികളാണ്, ബ്രാഹ്മണിക്കൽ എജുമണിയുടെ വക്താക്കളാണ്. അവരിന്നൊരു ഹിന്ദു അംബ്രല്ല ഉണ്ടാക്കിയാലേ ഇന്ത്യ ഭരിക്കാൻ കഴിയുള്ളൂ എന്ന് മനസ്സിലാക്കുമ്പോ അവരിങ്ങനെ അംബേദ്കറോട് സ്നേഹം ചുരത്തിയിട്ട് വല്ല കാര്യമുണ്ടോ? ഞങ്ങൾ അംബേദ്കറെ പൂർണ്ണമായിട്ട് ആശ്ലേഷിച്ച് ഞങ്ങളെ കൂടെ കൊണ്ടു നടത്തിയ കോൺഗ്രസ്സുകാരനല്ല അംബേദ്കർ എന്നുള്ളത് ചരിത്ര സത്യമാണ്. അദ്ദേഹത്തിന്റെ നയങ്ങളെ, നിലപാടുകളെ പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടി കണ്ട് അതിലെ മുക്കാൽ പങ്കിനെയും അംഗീകരിക്കുകയും ചേർത്ത് നിർത്താൻ പരമാവധി ശ്രമിക്കുകയും ചെയ്തു പോകുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. നെഹ്റുവാണ് അതിൽ ഏറ്റവും വലിയ മാതൃക കാണിച്ചത്. ആ നെഹ്റുവിനെ പിന്നെ ഇകഴ്ത്തി കാണിക്കുക, കല്ലെറിയുക, കൂക്കി വിളിക്കുക എന്നൊക്കെ ഇവരുടെ സ്ഥിരം ദൗത്യമായതുകൊണ്ട് ഈ വിഷയത്തിലും അവർ നെഹ്റുവിനെ അറ്റാക്ക് ചെയ്യുന്നു എന്നതിന്റെ അപ്പുറത്ത് എന്താ ഉള്ളത്? നെഹ്റുവിനെ അർത്ഥത്തിലല്ല എന്റെ ചോദ്യം നൗഷാദ്, അർത്ഥത്തിലേ അല്ല. അതായത് അംബേദ്കറുടെ ഗരിമയെ കോൺഗ്രസും നെഹ്റുവും അംഗീകരിച്ചിരുന്നോ ഇല്ലേ എന്നുള്ളതല്ല ചോദ്യം. അംബേദ്കറുടെ ഒരു ആശയത്തിൽ വളരെ പ്രധാനപ്പെട്ട, ഭരണഘടനയിൽ തന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട ആശയമാണല്ലോ സംവരണം. ആ സംവരണത്തോടുള്ള അന്നത്തെ കോൺഗ്രസിന്റെയും നെഹ്റുവിന്റെയും നിലപാട് അത് വിമർശിക്കപ്പെടേണ്ടതല്ലേ? അതിലുണ്ടാക്കുന്ന ഒരു തിരുത്താണോ ഇപ്പോൾ കോൺഗ്രസ് കാണിക്കുന്നതെന്നാണ് ചോദ്യം. അല്ല, തീർച്ചയായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ മാറിയ കാലത്ത് കോൺഗ്രസ് ആണ് ഈ രാജ്യത്തെ ദളിതന്റെയും പിന്നോക്കക്കാരന്റെയും ഏറ്റവും താഴെ തട്ടിലുള്ള അടിസ്ഥാന വർഗത്തിന്റെയൊക്കെ വികാരങ്ങളെ പ്രതിനിധീകരിക്കുന്ന പാർട്ടിയായിട്ട് മാറിയിട്ടുള്ളത്. രാഹുൽ ഗാന്ധിയാണ് ആ സ്ഥാനത്തേക്ക് വന്നിട്ടുള്ളത്. ഇവരെല്ലാവരും അദാനിയുടെ അംബാനിയുടെ ഒക്കെ കല്യാണത്തിന് കൂട്ടമായി പോയല്ലോ. ഈ രാജ്യത്ത് അങ്ങോട്ട് പോകാതെ മുഖം തിരിച്ച ഏക നേതാവ് രാഹുൽ ഗാന്ധിയാണ്, നെഹ്റു കുടുംബമാണ്. അവരത് ചെയ്യുന്നത് അതൊരു രാഷ്ട്രീയ സന്ദേശമാണ്. ഇത്തരത്തിലുള്ള നിരവധിയായ രാഷ്ട്രീയ സന്ദേശങ്ങൾ ഇന്ന് ഈ രാജ്യത്ത് എവിടെയെങ്കിലും ദളിത് പീഡനം ഉണ്ടാവുമ്പോൾ, ദളിതരെ ഒറ്റപ്പെടുത്തുമ്പോ, ആദിവാസികൾക്കെതിരെ കയ്യേറ്റമുണ്ടാകുമ്പോ അവിടെ ഒന്ന് ഉയരുന്ന ശബ്ദം രാഹുൽ ഗാന്ധിയുടേതാണല്ലോ. ന്യൂനപക്ഷങ്ങൾക്കെതിരായ അതിക്രമത്തിൽ ഈ രാജ്യത്ത് ഉയരുന്ന ശബ്ദം രാഹുൽ ഗാന്ധിയുടേതാണല്ലോ. ഞങ്ങൾ ഈ രാജ്യത്തിന്റെ മാറിയ പരിസ്ഥിതിയിൽ ഈ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് സംഘപരിവാരത്തെ അധികാരത്തിൽ നിന്ന് തള്ളാനുള്ള വലിയ വിപ്ലവകരമായ രാഷ്ട്രീയ പ്രക്രിയയിൽ ഭാഗവാക്കായി മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായിട്ടും
പോയ കാലത്തെ ഗതിവിഗതികളിൽ നിന്ന് ഗുണപാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. BJPയുടെ ഈ പറഞ്ഞ കൺകെട്ട് വിദ്യയൊന്നും ഇപ്പൊ ഇന്ത്യൻ പാർലമെന്റിൽ നടപ്പിലാവില്ല. കാരണം എത്ര ബില്ലുകളാണ് ഇവർ JPCക്ക് വിടുന്നത്. മുമ്പൊക്കെ അങ്ങനെ ഒരു വിടലുണ്ടോ, ചർച്ചയുണ്ടോ, പ്രതിപക്ഷ അംഗങ്ങൾക്ക് എഴുന്നേറ്റ് നിൽക്കാനുള്ള സാഹചര്യമുണ്ടോ? ഞങ്ങൾ ഈ ലക്ഷ്യത്തിലേക്ക് പടിപടിയായി തന്നെയാണ് മുന്നേറുന്നത്. അതിന്റെ വലിയ മാറ്റങ്ങൾ ഇന്ന് ഇന്ത്യൻ പാർലമെന്റിലുണ്ട്. മുമ്പേതെങ്കിലും 10 കൊല്ലക്കാലത്തെ കഥയെടുത്താൽ അമിത്ഷായുടെ ഒരു പ്രസ്താവനക്ക് നേരെ ഏതെങ്കിലും ഒരു ശബ്ദം ഉയർന്ന പശ്ചാത്തലവും ചരിത്രവും ഉണ്ടോ? ഇന്ന് അതൊക്കെ വരുമ്പോ BJPക്കാര് വിറളി പിടിച്ചിട്ട് ഈ അംബേദ്കറുടെ ആശയത്തോട് BJP RSS ഒക്കെ പോട്ടെ, പഴയകാലത്ത് നിങ്ങൾ യൗവനയുക്തരായിരുന്നില്ല, ശൈശവത്തിലായിരുന്നു എന്നൊക്കെ പറയാം. BJP എന്ന പാർട്ടിയുടെ നിലപാട് നമുക്ക് ആലോചിക്കാമല്ലോ. വാജ്പേയി പ്രധാനമന്ത്രി ആയപ്പോഴാണ് ഭരണഘടന തിരുത്താൻ പറ്റുമോ എന്ന് അന്വേഷിക്കാൻ ഒരു കമ്മീഷൻ നിയോഗിച്ചത്. ഭാഗ്യത്തിന് 2004 BJP തോറ്റുപോയി, അതുകൊണ്ട് അത് നടന്നില്ല. അപ്പോൾ ഈ ഭരണഘടനയോടുള്ള BJPയുടെ തന്നെ നിലപാട്, ആ നിലപാട് വെച്ചിട്ട് എങ്ങനെയാണ് നിങ്ങൾ അംബേദ്കറുടെ ആളാവുന്നത്? അല്ല, ഇതിനകത്ത് കൃത്യമായിട്ട് നമുക്കറിയാം. ഒന്ന്, നൗഷാദ് അലി പറഞ്ഞതും സണ്ണി പറഞ്ഞതും ലാല് പറഞ്ഞ കാര്യങ്ങൾ, കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോയി. അതിനകത്ത് ഒന്ന് ഞാൻ പറയും, ഒരു കാര്യം പറഞ്ഞിട്ട് അടുത്തേക്ക് പോകാം, അല്ലെങ്കിൽ അതിന് ഒരു മറുപടി ഇല്ലാതെയും. അദ്ദേഹം പറഞ്ഞല്ലോ, നെഹ്റു വളരെ ഉദാര മനസ്കത കൂടിയാണ് നെഹ്റു മന്ത്രിസഭയിലേക്ക് സ്വീകരിച്ചത്. അത് പച്ചക്കള്ളമാണ്. അദ്ദേഹത്തെ മന്ത്രിസഭയിലേക്ക് സ്വീകരിച്ച് ജഗ്ജീവൻ റാം, അതോടൊപ്പം തന്നെ പട്ടേലുമായി ബന്ധപ്പെട്ട് ഗാന്ധിയിൽ കൃത്യമായിട്ടുള്ള സ്വാധീനം ചെലുത്തി. പട്ടേൽ പറഞ്ഞു, അദ്ദേഹം മന്ത്രിസഭയിൽ ഇല്ലെങ്കിൽ ഞാൻ മന്ത്രിയാകില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് മന്ത്രിസഭയിൽ അംബേദ്കർ ഉൾപ്പെടുത്തുന്നത്. അതാണ് ചരിത്രം. അതൊരു കാര്യം. അപ്പോൾ അതുകൊണ്ട് നെഹ്റുവിന്റെ സ്നേഹമൊക്കെ അവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ ഒരു കാര്യം, നിങ്ങൾ പ്രത്യയശാസ്ത്രപരമായിട്ട് ഈ അംബേദ്കറിസം നടപ്പിലാക്കുന്ന ഒരേ ഒരു പ്രസ്ഥാനം BJPയും സംഘപരിവാറുമാണ്. ഞങ്ങൾ ജയ് ഭീം വിളിച്ചുകൊണ്ടല്ല ഞങ്ങൾ ഈ ആശയം നടപ്പിലാക്കുന്നത്. നോക്കൂ, സാമൂഹിക സമരസത എന്ന് പറയുന്ന കാര്യം കൃത്യമായിട്ട് നടപ്പിലാക്കുന്ന പ്രസ്ഥാനം സംഘപരിവാറാണ്, BJPയാണ് നിർവഹിക്കുന്നത്. സാമൂഹിക സമരസതയല്ല, സാമൂഹിക തുല്യതയാണ് അംബേദ്കർ. നിങ്ങൾക്ക് അത് അംഗീകരിക്കാൻ കഴിയില്ല. ഒരു മിനിറ്റ്, ആ വാക്കുകളിൽ സാമൂഹിക സമരസതയല്ല, സാമൂഹിക തുല്യതയാണ് അംബേദ്കർ. നിങ്ങൾ ഈ പറയുന്ന അംബേദ്കറിസം അല്ല, നിങ്ങൾ നോക്കൂ. നിങ്ങൾ പറയട്ടെ, ഞാൻ പറയട്ടെ, ഒന്ന് പറയാൻ ഒതുക്കൂ. അംബേദ്കർ വിഭാവന ചെയ്തിട്ടുള്ള സോഷ്യൽ എഞ്ചിനീയറിംഗ് അത് നടപ്പിലാക്കുന്ന പ്രസ്ഥാനമാണ്. അങ്ങ് തുടക്കത്തിൽ ഈ സണ്ണിയെ നൗഷാദിനെ സഹായിക്കാൻ പറഞ്ഞല്ലോ, ഗാർഗയെ കൊണ്ടുവന്നത് കൊണ്ട് മാറ്റമുണ്ടായെന്ന്. നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് ദളിത് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഷെഡ്യൂൾ ട്രൈബ്, ഷെഡ്യൂൾ കാസ്റ്റിൽപ്പെട്ട 2 ആളുകളാണ് രാഷ്ട്രപതിയും അതോടൊപ്പം തന്നെ 2 ടേമിലും രാഷ്ട്രപതിയായിട്ട് വന്നിട്ടുള്ളത്. അങ്ങനെ ആക്കിയ പ്രസ്ഥാനം ഏതാണ്? BJPയാണ്. ഏറ്റവും കൂടുതൽ MP-മാർ, MLA-മാർ നിങ്ങൾ നോക്കൂ. അധികാര കേന്ദ്രങ്ങളിൽ ഏറ്റവും കൂടുതൽ സംവരണമില്ലാതെ ഈ SC/ST വിഭാഗത്തിൽപ്പെട്ട ആളുകളെ വിജയിപ്പിക്കുന്ന ഒരേ ഒരു പ്രസ്ഥാനം BJPയാണ്. അതിന് ഞങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഞങ്ങൾ അഭിമാനത്തോടു കൂടിയാണ്. അത് തന്നെ അംബേദ്കർ വിഭാവന ചെയ്തിട്ടുള്ള രാഷ്ട്രീയം. അതോടൊപ്പം നേരത്തെ നിങ്ങൾ പറഞ്ഞില്ല, സ്മൃതികളെ പേറുന്നവരാണ് ഞങ്ങളെന്ന്. നിങ്ങൾ മനസ്സിലാക്കണം, ഇപ്പോഴും ലാൽകുമാറിനും സണ്ണിക്കുമൊന്നും എന്താണ് സ്മൃതിയെന്നും ശ്രുതിയെന്നും മനസ്സിലായിട്ടില്ല. നിങ്ങൾ ഇപ്പോഴും പറയുന്നു, ഈ പറയുന്ന മനുസ്മൃതിയെ പേറുന്നവരാണ് ഞങ്ങൾ. മനുസ്മൃതിയെ പേറുന്നവരല്ല ഞങ്ങൾ. 18ഓളം സ്മൃതികളുണ്ട്. ആ സ്മൃതികൾ എന്ന് പറഞ്ഞാൽ തന്നെ നശിക്കാനുള്ളതാ. നിങ്ങൾ മനസ്സിലാക്കണം, ഈ സ്മൃതികളും ഉണ്ട്, ശ്രുതികളുണ്ട്. ശ്രുതികളാണ് വേദങ്ങളും ഇതിഹാസങ്ങളും ഉപനിഷത്തുകളും. അത് നിലനിൽക്കും. സ്മൃതി എന്ന് പറഞ്ഞാൽ നശിച്ചു പോകാനുള്ളതാണ്. കാലാകാലത്തിനനുസരിച്ചുള്ള നിയമങ്ങളാണ്. ആ നിയമങ്ങൾ പേറിക്കൊണ്ട് നിൽക്കുന്നവരല്ല ഞങ്ങൾ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾക്ക് അനിവാര്യമായി പോകുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് അങ്ങ് പറഞ്ഞല്ലോ, ഭരണഘടനയിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന് യുക്തിപൂർവ്വം ഏതെങ്കിലും തരത്തിൽ നമുക്ക് എന്ന് വാദിച്ച ഒരാളുടെ ചിത്രം പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിലുണ്ട്. അതോടൊപ്പം നിങ്ങൾ അംബേദ്കറെ വെച്ചത് അംബേദ്കറുടെ അവഹേളനമാണോ ബഹുമാനമാണോ? നിങ്ങൾ എവിടെയാണ്, ആരാണ് പറഞ്ഞിട്ടുള്ളത്? നിങ്ങൾ ഈ മനുസ്മൃതി സ്മൃതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനുസ്മൃതിയാവണം നമ്മുടെ ഭരണഘടന എന്ന് പറഞ്ഞാൽ സവർക്കറാണ്. അയാളുടെ ചിത്രം പാർലമെന്റ് സെൻട്രൽ ഹാളിലുണ്ട്. നിങ്ങൾ പറയുന്നു ഞങ്ങൾ അംബേദ്കറുടെയും ചിത്രം വച്ചിട്ടുണ്ടെന്ന്. അത് അംബേദ്കറുള്ള അവഹേളനമാണോ ബഹുമാനമാണോ? അല്ല, നിങ്ങൾ ഈ മനുസ്മൃതിയുടെ മനുസ്മൃതി എന്ന് പറഞ്ഞാൽ നശിച്ചു പോകാനുള്ളതാണല്ലോ. കാലഘട്ടത്തിന് അനുയോജ്യമല്ലാത്തൊരു സാധനവും ഈ രാജ്യത്ത് നിലനിൽക്കില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ടുള്ള അംബേദ്കർ വിഭാവന ചെയ്ത കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പൊ ABVP എന്ന പ്രസ്ഥാനം മാത്രമാണ് ക്യാമ്പസിനകത്ത് അംബേദ്കറുടെ ജന്മദിനവും ചരമദിനവും ആചരിക്കുന്ന ഒരേ ഒരു പ്രസ്ഥാനം. സാമൂഹിക സമാജ ദിനമായി കൊണ്ട് RSS അംബേദ്കറുടെ കഥകൾ ശാഖയിൽ പറയുന്ന പ്രസ്ഥാനം RSS ആണ്. ഞങ്ങൾ എങ്ങനെയാണ് ഈ അംബേദ്കറുടെ ജന്മദിനം നിങ്ങൾ ആഘോഷിക്കാൻ തുടങ്ങിയത്? എന്നു മുതലാണ്? 1971 മുതൽ ABVP ജന്മദിനവും ചരമദിനവും ആചരിക്കുന്നുണ്ട് ഇന്ത്യ മഹാരാജ്യത്ത് ആകമാനം. പോലെ ജയ് ഭീം എന്ന് പറയുന്നത് ഫാഷൻ ഷോയ്ക്ക് വേണ്ടി മുദ്രാവാക്യം വിളിച്ചത് കൊണ്ടല്ല. അംബേദ്കർ അതിനു മുമ്പും ഉണ്ടല്ലോ.
അല്ല സാർ, ഞാൻ പറയാം, കാലഘട്ടത്തിനനുസരിച്ചിട്ടാണല്ലോ നമ്മൾ ചില കാര്യങ്ങൾ സ്വീകരിക്കുക, അങ്ങനെയാണല്ലോ. അതുകൊണ്ട് ഈ രാജ്യത്തിൽ അനുകൂലമായിട്ടുള്ള ഏത് ആശയങ്ങളെയും സ്വീകരിക്കാൻ പര്യാപ്തമായിട്ടുള്ള പ്രസ്ഥാനമാണ് സംഘപരിവാർ. അംബേദ്കർ ഉന്നയിക്കപ്പെട്ടുന്ന ആശയങ്ങൾക്ക് പ്രസക്തി ഉണ്ടായത് BJP അധികാരത്തിൽ വന്നപ്പോഴാണ്. അംബേദ്കറിസത്തിനെ കുറിച്ചുള്ള ചർച്ചകൾ ഉണ്ടാകുന്നത് BJP അധികാരത്തിൽ വന്നപ്പോഴാണ്. പട്ടിണി പാവങ്ങൾക്കും അധസ്ഥിതനും അഭിമാനത്തോടു കൂടി തല ഉയർത്തി നിൽക്കാൻ പറ്റിയത് കാരണം BJP വന്നപ്പോഴാണ്. നിങ്ങൾ ഉത്തരേന്ത്യയെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മുടെ ഈ അട്ടപ്പാടിയാണല്ലോ മധു എന്ന് പറയുന്ന ഒരു വനവാസി വിഭാഗത്തിൽപ്പെട്ട ചെറുപ്പക്കാരനെ ഒരു പറ്റം ആള് നരാധന്മാർ തല്ലിക്കൊന്നത്. അത് ഈ കേരളത്തിലല്ലേ? കഴിഞ്ഞ ദിവസമാണ് ഒരു വനവാസി വിഭാഗത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ റോഡിലൂടെ അതിനിഷ്ഠൂരമായിട്ട് അതിനികൃഷ്ടമായിട്ട് വലിച്ചഴിച്ചു കൊണ്ടുപോയത് കേരളത്തിലാണ്. ഈ കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസ്സുകാരനും ഇന്ത്യ സഖ്യവുമുള്ള കേരളത്തിലാണ്. അപ്പൊ ഈ കേരളത്തിൽ എല്ലാ കാലഘട്ടത്തിലും ഇത്തരത്തിലുള്ള ദളിത് പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ പിന്നിൽ സംഘപരിവാറാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വിഭജനത്തിന്റെ രാഷ്ട്രീയമാണ് നിങ്ങൾ കളിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഈ പ്രശ്നങ്ങൾ എങ്ങനെയാണ് ഉന്നയിക്കുന്നത് പാർലമെന്റിനകത്ത് രാഹുൽ ഗാന്ധിയും അതോടൊപ്പം തന്നെ നിങ്ങൾ പുതിയ അവതാരമായി കൊണ്ടുവന്നിട്ടുള്ള പ്രിയങ്ക വാദ്രയും ഒക്കെ അവരുടെ പാർലമെന്റിനകത്തുള്ള പ്രസംഗത്തോടു കൂടിയിട്ട് കാര്യപ്രസക്തമായിട്ടുള്ള ഒരു കാര്യം ഈ രാജ്യത്തെ ജനങ്ങൾക്ക് കൊടുക്കാനില്ല എന്ന് മനസ്സിലായപ്പോഴാണ് ഈ വിവാദങ്ങൾ ഉണ്ടാവുന്നത്. ആ വിവാദങ്ങളാണ് ഇനി പറയുന്ന രാഷ്ട്രീയത്തിലേക്ക് കിടക്കുന്നത്. മറുപടിയോ ചർച്ചയോ ഉണ്ടാവാതായപ്പോഴാണ് പിന്നീട് ഇതിലേക്ക് വഴിതിരിഞ്ഞത്. ഞാൻ മടങ്ങി വരാം. ശ്രീ സണ്ണി എം കബിക്കാട്, കൂടുതൽ ദളിതുകളെ അധികാരസ്ഥാനത്ത് എത്തിച്ചത് BJP ആണ്. ഒരു രാഷ്ട്രപതി, ദളിതരിൽ നിന്ന് 2 രാഷ്ട്രപതിമാരുണ്ടായിട്ടുണ്ട്. കൂടുതൽ MP-മാർ റിസർവ്ഡ് സീറ്റിൽ നിന്നല്ലാതെ തന്നെ അധികാരത്തിലെത്തുന്നുണ്ട്. അപ്പോൾ അവരുടെ റെപ്രസെന്റേഷൻ ഉറപ്പാക്കിക്കൊണ്ട് അംബേദ്കറുടെ ആശയങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നത് BJP ആണെന്നാണ് പ്രിന്റുവിന്റെ വാദം. അതെ സണ്ണി. അല്ല, ഇതിനകത്ത് ഈ റെപ്രസെന്റേഷൻ ഉറപ്പുവരുത്തി എന്ന് പറയുന്ന പ്രസിഡന്റ് സ്ഥാനവും മുൻ പ്രസിഡന്റ് സ്ഥാനവും ഒക്കെ ഇവർ പറയുന്നുണ്ടല്ലോ. പ്രശ്നം അംബേദ്കർ പറയുന്ന റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് ദളിത് ഓരോ വിഭാഗത്തിൻ്റെയും എഫക്റ്റീവ് റെപ്രസെന്റേഷനെ കുറിച്ചാണ് അംബേദ്കർ ഭാവന ചെയ്യുന്നത്. അതിലാണ് ഗാന്ധിയുമായി അദ്ദേഹം തർക്കമുണ്ടാക്കുന്നത്. ഇവരേതെങ്കിലും BJPയിൽ വർഷങ്ങളായിട്ട് നിൽക്കുന്ന ഒരു പട്ടികജാതിക്കാരനെ പ്രസിഡന്റാക്കി നിർത്തിക്കൊണ്ട് BJPയുടെ അജണ്ട നടപ്പിലാക്കിയിട്ട് അംബേദ്കറുടെ സ്വപ്നം സാക്ഷാത്കരിച്ചെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ മാത്രം വിഡ്ഢികളല്ല ഇന്ത്യയിലെ ദളിതർ. അതാദ്യം മനസ്സിലാക്കിക്കൊള്ളുക. ഞാനത് പറയുന്നത് ഒരു മുൻ പ്രസിഡന്റിനെ കമ്മീഷനായി നിയോഗിച്ച് അപമാനിച്ച ഒരു പാർട്ടിയാണ് BJP, ഇന്ത്യ ഭരിക്കുന്ന മാന്യന്മാർ. അതിന് സ്വയം സന്നദ്ധനാണ് അയാൾ. ഇവർ പ്രസിഡന്റാക്കി എന്ന് പറയുന്നുള്ളൂ. അദ്ദേഹം ഒറീസയിലെ ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ പുറത്ത് നിൽക്കാനാണ് പറഞ്ഞത്, കയറണ്ടെന്ന് പറഞ്ഞു. പിന്നെ ആ റെപ്രസെന്റേഷൻ അല്ല ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞത്. താങ്കൾ മനസ്സിലാക്കണം. 3 ചോദ്യങ്ങൾ കൂടി ഉന്നയിക്കാനുണ്ട്. 1, എന്തിനായിരിക്കും ഡോക്ടർ BR അംബേദ്കർ മനുസ്മൃതി കത്തിച്ചത്? മനുസ്മൃതി കത്തിക്കുക മാത്രമല്ല, ആ മഹാസമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അംബേദ്കർ പറഞ്ഞ വാക്യം ജാതി നിയമങ്ങളുടെ വർണ്ണാശ്രമധർമ്മത്തിൻ്റെ നിയമസംഹിതയായ മനുസ്മൃതി ഞാൻ കത്തിക്കുന്നു, പകരം എല്ലാവർക്കും നീതിയും തുല്യതയും ഉറപ്പ് ചെയ്യുന്ന ഭരണഘടന ഞാൻ വാഗ്ദാനം ചെയ്യുന്നു എന്നാണ് അംബേദ്കർ പ്രസംഗിച്ചത്. നിങ്ങളിപ്പോഴും ഞങ്ങൾക്ക് മനുസ്മൃതിയൊന്നും വേണ്ട നിങ്ങൾ പറഞ്ഞിരിക്കുക. മാത്രമല്ല, ശ്രുതി എന്നാൽ വേദം മാത്രമാണ്. 4 വേദങ്ങളെയാണ് ശ്രുതി എന്ന് പറയുന്നത്. സ്മൃതി എന്നാൽ ഇതിഹാസങ്ങളും പുരാണങ്ങളും സ്മൃതികളും എല്ലാം കൂടി കൂടിയതാണ്. അതല്ലാതെ നിങ്ങൾ പറഞ്ഞ മനുസ്മൃതി അല്ല സ്മൃതി എന്ന് പറയുന്ന കാര്യം. രാമായണവും മഹാഭാരതവും ഇത്തരം കാര്യങ്ങളെല്ലാം സ്മൃതി എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുന്നതാണ്. ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യം, അഴിച്ചു പണിയാതെ ഇന്ത്യ രക്ഷപ്പെടില്ല എന്ന് അംബേദ്കർ ഉറച്ചു വിശ്വസിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്ത ആളാണ്. അദ്ദേഹം മുന്നോട്ട് വെച്ച സാമൂഹിക നീതി സങ്കല്പത്തെ നിങ്ങൾ പിൻപറ്റുന്നുണ്ടോ? അദ്ദേഹം വീറോടെ വാദിച്ച ന്യൂനപക്ഷ സംരക്ഷണത്തെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? അദ്ദേഹം മുന്നോട്ട് വെച്ച സംവരണത്തിലൂടെ എല്ലാ വിഭാഗത്തിൻ്റെയും പ്രാതിനിധ്യം ഉറപ്പാക്കണമെന്നതിനെ സാമ്പത്തിക സംവരണം കൊണ്ട് അട്ടിമറിച്ച നിങ്ങൾ അംബേദ്കറിന്റെ പിൻഗാമികളാകുന്നത് എങ്ങനെയാണ്? സുഹൃത്തെ, നിങ്ങൾ വെറുതെ അംബേദ്കറിനെ മുന്നിൽ നിർത്തി ചില ഗിമ്മിങ്സ് കാണിച്ച് ദളിത് ആദിവാസി വോട്ടുകൾ തട്ടിയെടുക്കാൻ നടത്തുന്ന പരിശ്രമത്തിനപ്പുറത്തേക്ക് അംബേദ്കറുടെ പരിസരത്ത് വരാനുള്ള ഒരു യോഗ്യത
നിങ്ങൾക്കാർക്കും ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ശരി. കോൺഗ്രസ്സുകാരോട് ഒരു കാര്യം പ്രത്യേകം പറഞ്ഞേ പറ്റത്തുള്ളൂ. അവർ പറയുന്നത് അംബേദ്കർക്കെല്ലാം ഞങ്ങളാണ് ദാനം ചെയ്തതെന്നാണ്. നിങ്ങൾ വെറുതെ ആ നുണ ഇനി ആവർത്തിക്കരുത്. ഒത്തിരി കാര്യങ്ങൾ പറയേണ്ടി വരും. ഇപ്പോൾ ഈ സന്നിഗ്ധ നിമിഷത്തിൽ ഡോക്ടർ BR അംബേദ്കറെ അപമാനിച്ച നിമിഷത്തിൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ മുന്നണി അതിനെതിരെ രംഗത്ത് വന്നത് സ്വാഗതാർഹമായ കാര്യമാണ്. അത് നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ, ഈ ലേഡി മൗണ്ട് ബാറ്റൻ ഡോക്ടർ BR അംബേദ്കർക്ക് ഒരു കത്തെഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾ വായിച്ചു നോക്കിയിട്ടുണ്ടോ? അതൊന്ന് വായിച്ചു നോക്കണം. അംബേദ്കർ എങ്ങനെയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയത്, കാര്യങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്. ദാനം കൊടുത്തല്ലാം. വേറൊരു കാര്യം കൂടി പറയട്ടെ, നിങ്ങളൊന്ന് കേൾക്കൂ. നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാനൊന്നും മിണ്ടിയില്ലല്ലോ. നിങ്ങൾ എന്തായി കാണിക്കും? നിങ്ങൾക്ക് എന്താ അധികം ഉള്ളത്? ശരി, സൂചിപ്പിക്കൂ. അങ്ങ് വലിയ പാർലമെന്റിനകത്ത് അടികിട്ടിയ 3 പേരും കോൺഗ്രസ്സുകാരുടെ മർദ്ദനമേറ്റ 3 പേരും പിന്നോക്ക ജാതിയിൽപ്പെട്ടവരാണ്. അതുകൂടി നിങ്ങൾ പറയൂ. ഉത്തരം മുട്ടുമ്പോൾ നിങ്ങൾ അതും കൂടി പറയുന്നേ. നിങ്ങൾ അതും കൂടി അപ്പോഴല്ലേ നിങ്ങളുടെ ദളിത് സ്നേഹത്തിന്റെ അപ്പോഴല്ലേ നിങ്ങളുടെ ദളിത് സ്നേഹം എല്ലാവർക്കും ബോധ്യമാവുക. അദ്ദേഹം രാഹുൽ ഗാന്ധിയുടെ വക്താവല്ല, അദ്ദേഹം പൂർത്തിയാക്കട്ടെ. അപ്പൊ അതുകൊണ്ട് ഈ ഘട്ടത്തിൽ ഈ മുന്നോട്ട് വന്നവർ മനസ്സിലാക്കുക, അവർ തിരുത്തണം എന്നാണ് ഞാൻ പറഞ്ഞത്. കോൺഗ്രസിന് തിരുത്താൻ പറ്റും, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും വേണമെങ്കിൽ തിരുത്താൻ പറ്റും, പക്ഷെ BJPക്ക് തിരുത്താൻ പറ്റും. ശരി. ഇവിടെ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഈ അമിത്ഷാ പറഞ്ഞ ഈ അപമാനകരമായ പ്രസ്താവന അത് വെറുതെ വരുന്നതല്ല. ഈ സംഘപരിവാർ കുടുംബത്തിന്, ആ ഫാമിലിക്ക് അംബേദ്കർ ചിന്തയോടുള്ള വലിയ വൈരുദ്ധ്യത്തിൽ നിന്നുണ്ടാകുന്നതാണ്. അതുകൊണ്ട് അത് പിൻവലിച്ച് രാഷ്ട്രത്തോട് മാപ്പ് പറയാനുള്ള ഉത്തരവാദിത്തം ഇന്ത്യൻ പ്രധാനമന്ത്രിക്കുണ്ട്, അമിത്ഷായ്ക്കുണ്ട്. അത് ചെയ്യണമെന്ന് തന്നെയാണ് ഞങ്ങൾ ആവശ്യം. ശ്രീ ലാൽകുമാർ, കമ്മ്യൂണിസ്റ്റുകളും അംബേദ്കർ ആശയം പിൻപറ്റിക്കൊണ്ട് അംബേദ്കറുടെ ചിത്രം എടുത്തുകൊണ്ട് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ മുന്നോക്ക സംവരണം നടപ്പാക്കി അത് നടപ്പാക്കാൻ BJPയെ വെല്ലുവിളിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനമാണ് കേരളം. അപഹാസ്യമായി പോയില്ലേ സമരങ്ങൾ? അജിംസേ, അതിനകത്ത് എനിക്കൊരു ചെറിയ പ്രശ്നമുണ്ട്. കാര്യം നിങ്ങൾക്കറിയാം എൻ്റെ രാഷ്ട്രീയം വ്യക്തമായി കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയമാണ് ഞാൻ ഉൾക്കൊള്ളുന്നത്. പക്ഷെ ഈ സംവരണവുമായി ബന്ധപ്പെട്ട് ഞാൻ വേറൊരു പൊസിഷൻ എടുത്തിരിക്കുന്ന ആളായതുകൊണ്ട് എനിക്കത് ഡിഫെൻഡ് ചെയ്യാൻ പറ്റില്ല. കാര്യം സോഷ്യൽ ആസ്പെക്റ്റിലാണ് ഇന്ത്യയിൽ റിസർവേഷൻ വരുന്നതെന്നും എക്കണോമിക് ആസ്പെക്റ്റിലല്ല റിസർവേഷൻ വരേണ്ടതെന്നും ഞാൻ പരസ്യമായി നിലപാടെടുത്തിട്ടുള്ള ഒരാളാണ്. അപ്പൊ അതിനെ ഞാൻ ഡിഫെൻഡ് ചെയ്യില്ല. കാര്യം എൻ്റെ അഭിപ്രായം വ്യത്യസ്തമാണ്. അപ്പൊ ആ ചോദ്യം എന്നോട് ചോദിക്കുന്നതിൽ വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനത് വിട്ടുകളയും. എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞത് വളരെ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. കാര്യം ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്ന ഈ കാലം മൊത്തം സംസാരിച്ചുകൊണ്ടിരുന്നത് റിസർവേഷനെ സോഷ്യൽ എന്ന ആസ്പെക്ട് തന്നെയാണ്. അത് ഒരു കാരണവശാലും ഞാൻ മാറ്റാൻ തയ്യാറാകുന്ന ഒരാളല്ല. അതുകൊണ്ട് ഞാനത് എൻ്റെ നേരത്തെ പൊസിഷൻ അപ്ഹോൾഡ് ചെയ്ത് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ എൻ്റെ ബാക്കിയുള്ള കണ്ടന്റിലേക്ക് വരാം. ഇവിടെ പ്രിന്റു പറഞ്ഞൊരു പോയിന്റ്, ദളിത് പ്രധാനമന്ത്രിയാക്കി അല്ലെങ്കിൽ പ്രസിഡന്റിനെ ആക്കി എന്നൊക്കെ പറഞ്ഞു. നമ്മുടെ നാട്ടില് ഏറ്റവും കൂടുതൽ ആന്റി മുസ്ലിം സെന്റിമെന്റ്സ്, ആന്റി മുസ്ലിം സ്റ്റേറ്റ്മെന്റ്സ് പറയുന്നത് നിങ്ങൾ നമ്പേഴ്സ് എടുത്ത് നോക്കിക്കോ. അത് ആ സംഘപരിവാറുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരായിരിക്കും, ഹിന്ദുത്വവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരായിരിക്കും. അവർ തന്നെയാണ് അബ്ദുൽ കലാമിനെ ഇന്ത്യയുടെ പ്രസിഡന്റ് ആക്കിയത്. ഇന്ത്യയിലെ പ്രസിഡന്റ് അബ്ദുൽ കലാമിനെ ആക്കിയത് കൊണ്ട് മുസ്ലിങ്ങളോടുള്ള നിങ്ങളുടെ നയം മാറി എന്ന് പറയാൻ പറ്റുമോ? അതാ നിങ്ങളിപ്പോ നാളെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ദളിതനാക്കി, അല്ലെ ദളിതനെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാക്കി, ബാക്കിയുള്ള എല്ലാ പദവികളും കൊടുത്താലും നിങ്ങൾക്ക് അവനോടുള്ള അയിത്തം അല്ലെങ്കിൽ അവനെ മാറ്റി നിർത്തുന്ന ഒരു സംസ്കാരം ഉണ്ടല്ലോ, അത് താഴേക്കിടയിലാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് നിൽക്കുന്നത്. ഒരാളെ മേളിലുള്ള ഒരാളെ അംബേദ്കറിന് ഒരു സ്ഥാനം കൊടുത്തു. ഒരു ഉദാഹരണം എടുക്കുക, അംബേദ്കറിന് ഒരു വലിയ സ്ഥാനം കൊടുത്തത് BJPക്കാരാന്നിരിക്കട്ടെ, അല്ലെ അംബേദ്കറിന്റെ പ്രതിമ വെക്കുന്നു. അതുകൊണ്ട് അംബേദ്കർ നേരിട്ട പ്രശ്നം ഈ സമൂഹത്തിൽ അംബേദ്കർ അഡ്രസ് ചെയ്യപ്പെടാൻ ആഗ്രഹിച്ച വിഷയം അഡ്രസ് ചെയ്യപ്പെടുന്നില്ല. അത് അഡ്രസ് ചെയ്യപ്പെടുന്നില്ല. അതൊരു പ്രശ്നമാണ്. നോക്കൂ, ദളിത് ആദിവാസി വിഭാഗത്തിൽപ്പെടുന്ന ഒരാളെ റേപ്പ് ചെയ്യുന്നു. അതിനെ ആ പെൺകുട്ടിയെ കൊന്ന ശേഷം അതിനെ മൊത്തത്തിൽ മാറ്റിമറിക്കാനായിട്ട് പോലീസുകാർ തന്നെ ഇടപെടുന്നു, ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ ഇടപെടുന്നു. അത് നമ്മൾ ഒരിടത്ത് കണ്ടതല്ല, അതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ വലിയ രീതിയിൽ ഇടപെടുന്നു എന്നുള്ളതാണ്. ഇപ്പൊ മധുവിന്റെ കാര്യം പറഞ്ഞല്ലോ, മധുവിനെ ആരും ഇവിടെ ഈ സമൂഹം പൊക്കി പിടിച്ചോണ്ട് നടന്നിട്ടില്ല. അതേ സ്ഥാനത്ത് കാശ്മീരിൽ ഒരു പെൺകുട്ടിയെ അമ്പലത്തിനകത്ത് വെച്ച് റേപ്പ് ചെയ്ത് കൊന്നതിന് ശേഷം അവിടെ നിങ്ങൾ ജാഥ നടത്തി ഇയാളെ പ്രൊട്ടക്ട് ചെയ്യാൻ.
അങ്ങനൊരു ജാഥ നടത്തുന്ന സംസ്കാരം നമ്മുടെ നാട്ടിലില്ല. നിങ്ങളുടെ കൂട്ടത്തിലുള്ളവർ തന്നെ നടത്തി. ശരി, അതാണ് അവിടുത്തെ അടിസ്ഥാനപരമായ പ്രശ്നം. ശരി. നമ്മൾ നോക്കൂ, നമ്മൾ പറയുന്നത് ഒരു സോഷ്യൽ സ്ട്രക്ചറിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്, ഒരു ഇൻഡിപെൻഡന്റ് ഇൻഡിവിജ്വലിനെ കുറിച്ചല്ല. അംബേദ്കർ പറഞ്ഞതും സോഷ്യൽ സ്ട്രക്ചറിനെ കുറിച്ചാണ്. അംബേദ്കർ എന്നുള്ള വ്യക്തി എന്നെ സംബന്ധിച്ചിടത്തോളം ഒട്ടും പ്രസക്തമല്ല അജിംസെ ഇപ്പം. കാര്യം അംബേദ്കർ നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് ഭരണഘടനയായും മൂല്യമായും ഒക്കെയാണ്. ശരി, അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കേണ്ടത്. അംബേദ്കറും പൂനെ പാക്റ്റും പഴയ കാര്യം അംബേദ്കറിനെ കുറിച്ച് നെഗറ്റീവ് പറഞ്ഞതും പോസിറ്റീവ് പറഞ്ഞതും മാത്രം എടുത്ത് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് അംബേദ്കർ മുന്നോട്ട് വെച്ച ആശയവുമായിട്ടുള്ള സംവാദമാകുമെന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ആ സ്ട്രെച്ചിലെ ആ ഹിസ്റ്ററി, ഞാനും ചരിത്രം വായിച്ചിട്ടുള്ള ആളാണ്, ഞാൻ അതിന്റെ പുറകെ പോകാൻ കാര്യം അംബേദ്കറെ അപ്രോപ്രിയേറ്റ് ചെയ്യാനുള്ള സംഘപരിവാർ ശ്രമത്തെ ചോദ്യം ചെയ്യുന്നതോടൊപ്പം തന്നെ അംബേദ്കറെ ഏറ്റെടുക്കുമ്പോൾ തങ്ങൾ അതിന് എത്രമാത്രം പരുവപ്പെട്ടു എന്ന് കോൺഗ്രസും ഇന്ത്യ മുന്നണിയിലെ മറ്റ് കക്ഷികളും സ്വയം ആലോചിക്കേണ്ട സമയം കൂടിയാണ് ഈ പ്രക്ഷോഭ സമയം. വളരെ നന്ദി ശ്രീ സണ്ണി കവിക്കാട്, ലാൽകുമാർ, KP നൌഷാദ് അലി, പ്രിന്റു മഹാദേവ് ഇത്രയും സംസാരിച്ചു.